Good morning, all. Good morning. കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയോ എല്ലാവരും? മിസ് എടുത്തത് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ആണല്ലേ എടുത്തുകൊണ്ടിരിക്കുന്നത്. മിസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് വരെയല്ലേ എടുത്തേ മിസ്? ആണോ? എന്താണ് ആരുല്ലേ? മിസ് കഴിഞ്ഞ ദിവസം എടുത്തത് നോക്കിയോ? എന്താരും റിപ്ലൈ തരാത്തെ മിസ് ചോദിക്കുന്നതിന്? കാലത്ത് ഫസ്റ്റ് പീരീഡ് ആണ്. എല്ലാവരും ചായയൊക്കെ കുടിച്ച് നല്ല ആക്റ്റീവ് ആയിട്ടൊക്കെ കയറി ഇരിക്കുന്ന സമയമാണ്. പിന്നെ എന്താണ്? നോക്കി ക്ലിയർ ആണോ? നിങ്ങളോട് ചോദിക്കുന്നതിന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക, എന്നാലും മാത്രമാണ് മിസ്സിന് മനസ്സിലാകുള്ളൂ. ഓക്കെ ആണോ അല്ലേ? നിങ്ങൾ അവിടെ തന്നെ ഉണ്ടോ? മിസ്സിന്റെ വീഡിയോ മാത്രമാണോ ആണ്? നിങ്ങളെ കാണുന്നേ ഇല്ല മിസ്. ജസ്റ്റ് നിങ്ങളുടെ മെസ്സേജ് ടെക്സ്റ്റ് മെസ്സേജിലൂടെ മാത്രമാണ് മിസ്സിന് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ മിസ് ചോദിക്കുന്നതിന് അറ്റ്ലീസ്റ്റ് നിങ്ങൾ മെസ്സേജ് എങ്കിലും അയക്കട്ടോ. ഒന്ന് അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യ, അവിടെ എന്തെങ്കിലും ചെയ്യട്ടോ. ഓക്കെ മിസ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് വരെയല്ലേ മിസ് എടുത്തത്? അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. നമുക്ക് സ്റ്റാഫ് ഡെവലപ്മെന്റ് നടത്തുന്നതിന് വേണ്ടി സ്റ്റാഫുകൾക്ക് ഡെവലപ്മെന്റ് കൊടുക്കുകയാണ് അല്ലെ? അവരുടെ പ്രൊഫഷണൽ ഗ്രോത്തിനും അവരുടെ ഇൻഡിവിജ്വൽ ഗ്രോത്തിനും വേണ്ടിയിട്ട് അല്ലെ? വ്യക്തിപരമായിട്ടുള്ള ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും അവരുടെ ആ ഒരു പ്രൊഫഷന്റെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടും അവർക്ക് ട്രെയിനിങ്ങും എഡ്യൂക്കേഷനൊക്കെ കൊടുത്ത് അവരെ ഡെവലപ്പ് ചെയ്യുന്നതാണ് അല്ലെ? അപ്പൊ അങ്ങനെ അവർ ഡെവലപ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ, എഡ്യൂക്കേഷൻസ് ഒക്കെ അവർക്ക് നൽകാൻ കഴിയും. അതാണ് ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് ഇൻഡക്ഷൻ ട്രെയിനിങ്. ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞാല് നമ്മുടെ സ്ഥലത്ത് നമ്മുടെ പുതുതായിട്ട് നമുക്കൊരു ജോലി കിട്ടുമ്പോൾ നമുക്ക് അവിടുത്തെ അറ്റ്മോസ്ഫിയർ, അവിടുത്തെ എൻവിയോൺമെന്റ്, അവിടെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിനെയൊക്കെ നമുക്ക് അറിയാൻ പറ്റുമോ? നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലെ, നമ്മുടെ ജോബ്സ് എന്താണ് എന്നറിയാൻ പറ്റുമോ? ഐഡിയ ഉണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ നമുക്ക് ആ ഒരു എൻവിയോൺമെന്റിനെ പരിചയപ്പെടാനും നമ്മുടെ ചുറ്റുമുള്ളവരെ അല്ലെ, നമുക്ക് അറൌണ്ട് നമുക്ക് ചുറ്റും വർക്ക് ചെയ്യുന്നവരുടെ ആളുകളെ നമുക്ക് പരിചയപ്പെടാനും അവരുമായിട്ട് ഒരു റിലേഷൻ സ്ഥാപിക്കാനും വേണ്ടി നമ്മുടെ എംപ്ലോയർ, തൊഴിലുടമ നമുക്ക് തരുന്ന ഒരു അവസരത്തെ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ്ങിനെയാണ് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. മിസ് പറഞ്ഞുതരാം. നെക്സ്റ്റ് അപ്പൊ നോക്കിയേ, induction training is the training given to new employees by the employer അല്ലെ? എന്താണ് നമ്മുടെ ഇൻഡക്ഷൻ ട്രെയിനിങ് എന്നുള്ള ട്രെയിനിങ് നമ്മുടെ പുതുതായിട്ട് അവിടെ ജോലിക്ക് ചേരുന്ന അല്ലെ, ജോലിക്ക് നിയമിതനായിട്ടുള്ള തൊഴിലാളിക്ക്, എംപ്ലോയീസിന് എംപ്ലോയർ നൽകുന്ന ഒരു ട്രെയിനിങ് ആണ്. ഇൻ ഓർഡർ ടു ഹെൽപ്പ് ഇൻ അഡ്ജസ്റ്റ് ടു ദെയർ ജോബ്, ന്യൂ ജോബ്, എന്താണ് അവർക്ക് ആ പുതിയ ജോലിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും and familiarize
വിത്ത് ദെയർ ന്യൂ വർക്ക് എൻവയോൺമെന്റ് അല്ലെ, അവർ ആ ഒരു പുതിയ എൻവയോൺമെന്റുമായിട്ട് അവർക്ക് പരിചയപ്പെടാനും ആൻഡ് ദ പീപ്പിൾ ഹു ആർ വർക്കിംഗ് അറൌണ്ട് ദം അല്ലെ, അവർക്ക് ചുറ്റും വർക്ക് ചെയ്യുന്നവരുടെ അവരുടെ കൊളീഗ്സിനെ പരിചയപ്പെടാനും അവർക്ക് നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ട്രെയിനിങ്ങിനെയാണ് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു ജോലിയില് പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന എംപ്ലോയിക്ക് അവരെ തൊഴിലുടമ നൽകുന്ന ഒരു ട്രെയിനിങ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ പുതിയ ജോലിയുമായിട്ട് അവർ എന്താണ് പൊരുത്തപ്പെടാൻ അല്ലെ, അവരുടെ പുതിയ ജോലികൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കാനും അവരുടെ ആ ഒരു പുതിയ ജോലിയുടെ ആ ഒരു എൻവയോൺമെന്റുമായിട്ടും അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന അവരുടെ കൊളീഗ്സുമായിട്ട് അവർക്ക് ഫെമിലറൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ട്രെയിനിങ്ങിനെയാണ് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയാം, നമുക്ക് ഈ ചില സമയത്ത് പ്രൊമോഷൻ പീരീഡ് ഒക്കെ തരാറുണ്ട് അല്ലെ, ഒരു മാസം അല്ലെ പ്രൊമോഷൻ പീരീഡ് തരാറുണ്ടോ? ഒരു ജോലിക്ക് കയറുമ്പോൾ ഒരു മാസം, ഒരു 3 മാസം വരെയൊക്കെയാണ് നമുക്ക് പ്രൊമോഷൻ പീരീഡ് തരാറ്. കേട്ടിട്ടുണ്ടോ? ഉണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു പ്രൊമോഷൻ പീരീഡ് തരുന്നത്? നമ്മുടെ പുതിയ ജോലിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം അല്ലെ, നമുക്ക് ആ ഒരു ചുറ്റുപാടിനെ കുറിച്ച് മനസ്സിലാക്കാൻ, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെ കുറിച്ച് മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടാണോ? അപ്പൊ നമ്മുടെ ആ ഒരു ജോലി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ സാധിക്കുമോ ആ ഒരു പ്രൊമോഷൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷം? ഓക്കെയാണോ അപ്പൊ ഇൻഡക്ഷൻ ട്രെയിനിങ്? നെക്സ്റ്റ് പറയുന്നത് ജോബ് ഓറിയന്റേഷൻ. ആ ജോബ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലികൾ അല്ലെ, നമ്മുടെ ജോബ്സിന്റെ റോൾസ് എന്താണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് ക്രമപ്പെടുത്തുക, ചിട്ടപ്പെടുത്തുന്നതിനെയാണ് ജോബ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. The process of making aware of an individual of his or her roles, responsibilities and relationships in the new work situations. എന്താണ് ഇത്? The process അല്ലെ, ജോബ് ഓറിയന്റേഷൻ എന്നുള്ള പ്രക്രിയ എന്താണ്? ഇൻഡിവിജ്വൽസിനെ, ആരാണ് ജോലിക്ക് കയറുന്നത്, ഹിസ് ആവാം അല്ലെങ്കിൽ ഹെയർ ആവാം അല്ലെ, അപ്പൊ ആ വ്യക്തിക്ക്, ആ ഒരു ഇൻഡിവിജ്വലിന് അവരുടെ റോൾസ് അല്ലെ, അവരുടെ ജോലികള്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ ഉത്തരവാദിത്തങ്ങള്, അവരെ ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെ, അവരെ ആ ഒരു ജോലി ചെയ്യുന്നതിന് ആരൊക്കെ ആയിട്ടാണ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യേണ്ടത്, അതിനെ കുറിച്ച് അവർക്ക് അവെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, മനസ്സിലാക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഒരു ട്രെയിനിങ് ആണ് ജോബ് ഓറിയന്റേഷൻ. എന്താണ്? ഒരു ഇൻഡിവിജ്വലിന്, ഒരു വ്യക്തിക്ക് അവരുടെ ജോലിയെ കുറിച്ച്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങളെ കുറിച്ച്, ആ ഒരു ന്യൂ വർക്ക് സിറ്റുവേഷൻ അല്ലെ, ആ ഒരു പുതിയ ജോലിയില്ല അവർ ആർക്കൊക്കെയായിട്ടാണ് ആ ഒരു റിലേഷൻ കീപ്പ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ അവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി അവർക്ക് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് പ്രോസസ്സിനെയാണ് ജോബ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഇൻഡിവിജ്വലൈസ്ഡ് ട്രെയിനിങ് പ്രോഗ്രാം. ഇത് ഓരോ വ്യക്തികൾക്കും പ്രത്യേകമായിട്ട് ഒന്നിച്ചൊരു ഗ്രൂപ്പായിട്ടൊന്നും കൊടുക്കുന്ന ഒരു ട്രെയിനിങ് അല്ല, വ്യക്തിഗതമായിട്ടുള്ള ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ്. meant to get a newly hired employee more familiarized with their responsibilities അല്ലെ, എന്താണ് ന്യൂലി നമ്മുടെ ജോലിക്ക് പുതുതായി നിയമിതനായ ഒരു എംപ്ലോയീസിന് അവരുടെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി, പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ട്രെയിനിങ് പ്രോഗ്രാം ആണ്. ഓക്കെ ആണോ? ഒരു പുതുതായി ജോലിക്ക് നിയമിതനായിട്ടുള്ള ഒരു എംപ്ലോയീസ്, തൊഴിലാളിക്ക് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, അവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് മനസ്സിലാകുന്നതിന് വേണ്ടി അവർക്ക് വ്യക്തിഗതമായിട്ട് ഒറ്റയ്ക്ക് അല്ലെ, ഓരോ വ്യക്തികൾക്കും പ്രത്യേകമായി കൊടുക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമിനെയാണ് ജോബ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? ഡോണ, അലക, ജിഷ്ണ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത്
ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാല് നമുക്കൊരു ജോലിക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് കുറച്ച് നാൾ ആ ജോലി ഫെമിലിയറൈസ് നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഒരു ട്രെയിനിങ് തരും അല്ലെ. ഒന്നില്ലെങ്കിൽ ഒരു കോച്ചിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഒരു മെന്ററിന്റെ അല്ലെ നേതൃത്വത്തിലൊക്കെ ഒരു മോണിറ്ററിംഗ് ഒക്കെ ചെയ്തൊക്കെ സൂപ്പർവൈസറുടെ നേതൃത്വത്തിലൊക്കെ തരാറില്ലേ. നമ്മുടെ ആ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ ആ ഡ്യൂട്ടി ചെയ്യിച്ചുകൊണ്ട് തന്നെ നമുക്ക് അതിലൊരു ട്രെയിനിങ് തരാറില്ലേ. ആ ഒരു ജോലിക്ക് നമ്മൾ ജോയിൻ ചെയ്യിച്ചുകൊണ്ട് തന്നെ ഉണ്ടോ? അപ്പൊ അതിനെയാണ് എന്ത് പറയുന്നത്, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഒരു ജോലി നമുക്ക് കിട്ടിയ ജോലി നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ആ ജോലിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരു സൂപ്പർവൈസറുടെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ ഒരു കോച്ചിങ്ങിന്റെ നേതൃത്വത്തിലൊക്കെ നമുക്ക് എന്താ കോച്ചിന്റെ നേതൃത്വത്തിലൊക്കെ നമ്മൾ ആ ജോലിയെ കുറിച്ച് മനസ്സിലാകുന്നതിനെയാണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, in education, experience planned before to provide in the job settings and closely identified with the services in order to help person discharge his duties more effectively as a person and as a worker. Like ഒരു വ്യക്തി എന്ന നിലയിലും ആസ് എ വർക്കർ അല്ലെങ്കിൽ എന്താണ് ആസ് എ പേഴ്സൺ അല്ലെ, ഒരു വ്യക്തി എന്ന നിലയിലും ഒരു തൊഴിലാളി എന്ന നിലയിലും തന്റെ കടമകള് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ അല്ലെ നമ്മുടെ കടമകള് കൂടുതൽ ഫലപ്രദമായി നിർവഹിക്കാൻ സഹായിക്കുന്നതിന് ജോലി സാഹചര്യങ്ങൾ അറിയുന്നതിനായി അവരുടെ അവർക്ക് ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു വിദ്യാഭ്യാസത്തെയാണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഒരു വ്യക്തി എന്ന നിലയിലും ഒരു തൊഴിലാളി എന്ന നിലയിലും തന്റെ കടമകൾ കൂടുതൽ ഫലപ്രദമായി നിർവഹിക്കാൻ അല്ലെ, ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ ആസ് എ വർക്കർ എന്ന നിലയിൽ നമുക്ക് കിട്ടുന്ന ജോലി എന്ത് ചെയ്യണം, നമുക്ക് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യണം അല്ലെ, ആണോ? എഫക്റ്റീവ് ആയിട്ട് ചെയ്യണം അല്ലെ, ആണോ? അതല്ലേ നമ്മുടെ കടമ. ഒരു ജോലിക്ക് ഇപ്പൊ നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചിട്ട് നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറുകയാണ്. അപ്പൊ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങളുടെ കടമ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ഏൽപ്പിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് റിസപ്ഷനിലാവാൻ കിട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലാവാൻ കിട്ടുന്നത് അല്ലെ, എവിടെ വേണമെങ്കിലും ജോലി കിട്ടാം അല്ലെ. അപ്പൊ നിങ്ങളുടെ കടമ എന്താണ്, നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ്? നിങ്ങളെ ഏൽപ്പിക്കുന്ന ജോലി നിങ്ങൾ എങ്ങനെ ചെയ്യണം, കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് ചെയ്യണം അല്ലെ, 100% സിൻസിയർ ആയിട്ട് ചെയ്യണോ വേണ്ടേ? ഒന്ന് ഉഷാറായിട്ട് ഇരിക്കും മക്കളെ. ചെയ്യണം അല്ലേ. അപ്പൊ എന്താണ്, ഒരു വ്യക്തി എന്ന നിലയിലും ഒരു തൊഴിലാളി ഒരു എംപ്ലോയി എന്ന നിലയിലും തന്റെ കടമകള് ഫലപ്രദമായി നിർവഹിക്കാൻ സാധിക്കുന്നതിന് അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്നതിന് ജോലി സാഹചര്യങ്ങൾ അറിയുന്നതിനായി അവർക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പ്രക്രിയ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിനെയാണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഒരു വ്യക്തി എന്ന നിലയിലും ഒരു തൊഴിലാളി എന്ന നിലയിലും തന്റെ കടമകൾ അല്ലെ, നിങ്ങൾക്ക് പറയുന്ന ഉത്തരവാദിത്തങ്ങൾ, നിങ്ങൾക്ക് പറയുന്ന റോള് കൂടുതൽ എഫക്റ്റീവായി ഫലപ്രദമായി നിർവഹിക്കുന്നതിന് മുൻകൂട്ടി ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമിനെയാണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത്, it is thus planned instructional or training program given by an employee's agency in the employment settings. അല്ലെ, അപ്പൊ അതിനാല് തൊഴിൽ മേഖലയിൽ ഒരു ജീവനക്കാരുടെ അതായത് നമ്മളിപ്പോ ജോലിക്ക് കയറി കഴിഞ്ഞാൽ ആ ഒരു എംപ്ലോയി ഏജൻസി അതായത് അവിടെ നമുക്ക് ട്രെയിനിങ് നൽകുന്ന ആ ഒരു ഏജൻസി നൽകുന്ന ഒരു ആസൂത്രിത നിർദ്ദേശം അല്ലെങ്കിൽ പരിശീലന പരിപാടിയാണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും,
പ്ലാനഡ് ഇൻസ്ട്രക്ഷൻസ്. ഇറ്റ് ഈസ് ദിസ് എ പ്ലാനഡ് ഇൻസ്ട്രക്ഷൻസ്. അവര് മുൻകൂട്ടി നമുക്ക് തരേണ്ട ട്രെയിനിങ്ങുകൾ എന്താണ്, ഏതൊക്കെ രീതിയിലായിരിക്കണം നമുക്ക് ട്രെയിനിങ് തരേണ്ടത്, അവര് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എന്തായിരിക്കണം എന്നുള്ള കാര്യങ്ങള് മുൻകൂട്ടി ആസൂത്രണം ചെയ്തിട്ടുണ്ടാവും, പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ആ ഒരു പ്ലാനഡ് ഇൻസ്ട്രക്ഷൻസിന്റെ നേതൃത്വത്തിൽ നമുക്ക് തരുന്ന ആ ഒരു എംപ്ലോയീസിന് ആ ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയി ഏജൻസി കൊടുക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമിനെയാണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻസ് എന്ന് പറയും. ചിലപ്പോ നമുക്ക് എന്താണ് സെമിനാർ കണ്ടക്ട് ചെയ്ത് തരുന്നതിൽ, സെമിനാറുകളൊക്കെ നടത്തി ക്ലാസ് തരുന്നതിലൂടെയാകാം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ജോലിയിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും സൂപ്പർവൈസറുടെ നേതൃത്വത്തിൽ കോച്ചിങ് തരുന്നതാകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് എന്താണ് കോച്ചിങ് തരുന്നതിനെയാണ്, നമുക്ക് ട്രെയിനിങ് തരുന്നതിനെയാണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അവര് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ആ ഒരു പ്ലാനഡ് ഇൻസ്ട്രക്ഷൻസിന്റെ നേതൃത്വത്തിൽ ആ ഒരു എംപ്ലോയീസിനെ അവരുടെ പുതിയ ജോലിയെ കുറിച്ച് മനസ്സിലാകുന്നതിന് വേണ്ടി ആ ഒരു ഓർഗനൈസേഷന്റെ എംപ്ലോയി ഏജൻസി കൊടുക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമിനെയാണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൊരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നമ്മൊരു എവിടെയെങ്കിലും ഒരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ആരാണ്? നമ്മുടെ ഹെഡ് ആയിരിക്കും അല്ലെ, നമുക്ക് സൂപ്പർവിഷൻ ഒക്കെ തന്നിട്ട് നമുക്ക് ട്രെയിനിങ് തരുന്നത്. ആണോ? ആണോ? മാനേജർ അല്ലെ, മാനേജർ അല്ലെങ്കിൽ നമ്മുടെ കുറച്ചും കൂടി. അപ്പൊ അവര് എന്തായിരിക്കും മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടാവും അല്ലെ. ആദ്യം അവര് നമ്മളെ കൊണ്ട് വലിയ കൂടുതൽ സങ്കീർണമായ കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്കുകളൊക്കെ ചെയ്യിക്കോ? ചെറിയ ചെറിയ വർക്കുകളൊക്കെ തന്ന് അല്ലെ, ആണോ? ചെറിയ ചെറിയ വർക്കുകളൊക്കെ തന്ന് നമ്മുടെ ഒന്ന് കോൺഫിഡൻസ് ഒക്കെ ഒന്ന് കൂട്ടിയിട്ടാണ് അല്ലെ നമുക്ക് കൂടുതൽ സങ്കീർണമായ ടാസ്കുകളൊക്കെ തരുന്നത്. ആണോ? ആണല്ലേ. അപ്പം എന്താണ്, അവര് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു ട്രെയിനിങ് ഇൻസ്ട്രക്ഷൻസിന്റെ അടിസ്ഥാനത്തിൽ ആ പുതുതായി ജോയിൻ ചെയ്യുന്ന എംപ്ലോയീസിന് അവിടുത്തെ എംപ്ലോയി ഏജൻസി നൽകുന്ന ട്രെയിനിങ് പ്രോഗ്രാമിനെയാണ് എന്ത് പറയുന്നത്? ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇൻ സർവീസ്, ആ സർവീസിനുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ പേരിൽ തന്നെയുണ്ട് ഇൻ സർവീസ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ അല്ലെ. ശരിക്കും പറഞ്ഞാല് നമ്മൾ എഡ്യൂക്കേഷൻ എങ്ങനെയാണ്? കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലെ. എപ്പോഴെങ്കിലും നിന്നു പോകുന്നുണ്ടോ? സ്റ്റോപ്പ് ആവുന്നുണ്ടോ എഡ്യൂക്കേഷൻ? ഇല്ല അല്ലെ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ലൈഫിൽ ത്രൂ ഔട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ജീവിതത്തിൽ നിന്നാണെങ്കിലും അല്ലെ, ആണോ? ഓരോ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ എന്താണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻസ്? ഇപ്പൊ നമ്മുടെ ബേസിക് എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ഇപ്പൊ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞവരുണ്ടാവാം, അല്ലെങ്കിൽ PG കഴിഞ്ഞവരുണ്ടാകാം, പിന്നെ നിങ്ങൾ വേറെ ആ ഒരു ബേസിക് എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ, ആണോ? അപ്പൊ ഇപ്പൊ നിങ്ങൾ എന്താണ്, അപ്പൊ അങ്ങനെയുള്ളത് എന്താണ്, നമ്മൾ ഒരു നമ്മുടെ ബേസിക് എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ്ങുകൾ കിട്ടാലോ. ഓൺലൈൻ കോഴ്സസ് ചെയ്യാം, അല്ലെങ്കിൽ വർക്ക്ഷോപ്പുകളിലൂടെ അല്ലെങ്കിൽ സെമിനാറുകളിലൂടെ ഒക്കെ നമുക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ടോ നമ്മൾ പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്? അപ്പൊ അതാണ് continuing education. Okay, is all the learning activities that happen after an individual has completed his basic education. അവര് ആ ഒരു അടിസ്ഥാന വിദ്യാഭ്യാസ പരിപാടി, ആ ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം അവർക്ക് ലഭിക്കുന്ന ഒരു ലേണിംഗ് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് planned learning experience beyond a basic nursing educational program. അവർക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ബേസിക് നഴ്സിംഗ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന് ശേഷം അവർക്ക് ലഭിക്കുന്ന പ്ലാനഡ് ലേണിംഗ് എക്സ്പീരിയൻസിനെയാണ്
കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഡിപ്ലോമ നഴ്സിംഗ് കഴിഞ്ഞവരുണ്ടാവും അല്ലെ, BSc നഴ്സിംഗ് കഴിഞ്ഞവരുണ്ടാവും അല്ലെ, നഴ്സിംഗ് മേഖലയില് ഉണ്ടാവോ? ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞവരുണ്ടാവും അല്ലെ, പിന്നെ എന്താണ് നമ്മുടെ BSc നഴ്സിംഗ് കോഴ്സ് ഒക്കെ കഴിഞ്ഞവരുണ്ടാവും. അതിനുശേഷം അവർക്ക് ലഭിക്കില്ലേ എഡ്യൂക്കേഷൻസ്? സെമിനാറുകൾ കിട്ടും, വർക്ക്ഷോപ്പുകൾ കിട്ടും, കിട്ടോ? ഓൺലൈൻ കോഴ്സസുകൾ കിട്ടും. ആണോ? അപ്പൊ അങ്ങനെയുള്ള ട്രെയിനിങ് പ്രോഗ്രാമിനെയാണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ആ ഒരു നഴ്സിംഗ് മേഖലയിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ബേസിക് എഡ്യൂക്കേഷന് ശേഷം അവർക്ക് ലഭിക്കുന്ന എന്താണ് ട്രെയിനിങ് പ്രോഗ്രാം അല്ലെങ്കിൽ ലേണിംഗ് ആക്ടിവിറ്റീസിനെയാണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ സ്കൂൾ മേഖലകളിൽ ടീച്ചേഴ്സിനാണെങ്കിലും അവര് BEd ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് ട്രെയിനിങ്ങുകൾ കിട്ടാറുണ്ട് അല്ലെ. ഇപ്പൊ നിങ്ങൾക്കറിയാം ഓരോ വർഷം സ്കൂളുകൾ തുടങ്ങുന്നതിന് മുമ്പ് അവരെ ഒരു ബേസിക് ആ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് അവർക്ക് ക്ലസ്റ്റേഴ്സ് കിട്ടാറുണ്ട്, ട്രെയിനിങ്ങുകൾ കിട്ടാറുണ്ട്. ഉണ്ടോ? കേട്ടിട്ടുണ്ടോ അതൊക്കെ? അതൊക്കെ എന്താണ്? കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആണ് അല്ലെ. അവരുടെ ആ ഒരു പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് അവരുടെ ആ ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റിന് കൊടുക്കുന്ന എഡ്യൂക്കേഷൻ അല്ലേ, കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? ആണോ? ആണ്. അപ്പൊ അങ്ങനെ അവരെ ആ ഒരു ബേസിക് എഡ്യൂക്കേഷന് ശേഷം അവരെ ആ ഒരു വ്യക്തിഗതമായിട്ടുള്ള കഴിവും ആ ഒരു തൊഴിൽപരമായിട്ടുള്ള സ്കില്ലുകളും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് കിട്ടുന്ന ലേണിംഗ് ആക്ടിവിറ്റീസിനെയാണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് അഡ്വാൻറ്റേജ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് അല്ലെ. സ്റ്റാഫ് ഡെവലപ്മെന്റ് കൊണ്ടുള്ള അഡ്വാൻറ്റേജുകൾ, ഗുണങ്ങൾ എന്തൊക്കെയാണ്? ജനറേറ്റ് എ പോസിറ്റീവ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് അല്ലെ. എന്താണ്? നമുക്ക് ആ ഒരു ഓർഗനൈസേഷനിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചുറ്റുപാട് സൃഷ്ടിക്കാനായി, ക്ലൈമറ്റ് സൃഷ്ടിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ എല്ലാ സ്റ്റാഫുകൾക്കും ശരിയായ രീതിയിൽ ട്രെയിനിങ്ങുകൾ കൊടുത്തു അവര് ഡെവലപ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? അവർ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യില്ലേ? ഒരു എറേഴ്സും ഇല്ലാതെ ഒരു ഗ്യാപ്സുകളും ഇല്ലാതെ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യോ? വർക്ക് ചെയ്യും. അപ്പൊ അവിടെ എന്താണ്? ഒരു പോസിറ്റീവ് ക്ലൈമറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓരോരുത്തർക്കും നൽകുന്ന ഡ്യൂട്ടീസ് അവരെന്ത് ചെയ്യുന്നുണ്ട്? ഫലപ്രദമായിട്ട് അല്ലെ, കാര്യക്ഷമമായി ചെയ്യൂ. ട്രെയിനിങ് ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ അപ്പൊ എന്താണ്? അവിടെ ഒരു പോസിറ്റീവ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് സൃഷ്ടിക്കാനായി ഈ ഒരു സ്റ്റാഫ് ഡെവലപ്മെന്റ് കൊണ്ട് സഹായിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് ഫെസിലിറ്റേറ്റ് ഓപ്പൺ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് അല്ലെ. എന്താണ്? അവർക്ക് ആശയവിനിമയ മാർഗങ്ങൾ തുറക്കാൻ സൗകര്യം ഒരുക്കുന്നു അല്ലെ. ഇപ്പൊ നമുക്ക് ട്രെയിനിങ്ങുകൾ തന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് ഫീഡ്ബാക്കുകൾ പറയാം, നമ്മൾ അതുമായി ബന്ധപ്പെട്ട നമുക്ക് ഒപ്പീനിയൻസ് പറയാം. ആണോ? നമുക്ക് ആ ജോലിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡൗട്ട്സുകൾ ഉണ്ടാവും അല്ലെ. നമ്മൾ പുതുതായി ഒരു ജോലിക്ക് കയറുമ്പോൾ ആ ജോലിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ഡൗട്ട്സുകൾ ഉണ്ടാവുമല്ലോ. പെട്ടെന്ന് തന്നെ നമുക്ക് ആ ജോലിയെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ഓരോ കാര്യങ്ങളെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണോ പഠിക്കുന്നത്? നമ്മുടെ ഡൗട്ട്സുകള്, നമ്മുടെ ഫീഡ്ബാക്കുകൾ അല്ലെ. ആണോ? അപ്പൊ ഈ ഒരു സ്റ്റാഫ് ഡെവലപ്മെന്റ് കൊണ്ട് അങ്ങനെ അവർക്ക് ആശയവിനിമയം നടത്താനുള്ള ഒരു സൗകര്യം തുറന്നു കൊടുക്കുന്നുണ്ടോ? ഒരു മാർഗം തുറന്നു കൊടുക്കുന്നുണ്ടോ? അല്ലേ? നമുക്കെല്ലാം ചോദിച്ച് മനസ്സിലാക്കി നമുക്ക് ചെയ്യാം അല്ലേ? ആണ് അല്ലെ. അപ്പൊ എന്താണ്? ആശയവിനിമയ മാർഗങ്ങൾ അല്ലെ, മറ്റുള്ളവരുമായി നമ്മുടെ എന്താണ് ഡൗട്ട്സുകൾ അല്ലെ ക്ലാരിഫൈ ചെയ്യാനും നമ്മുടെ സംശയങ്ങൾ തീർക്കാനും നമ്മുടെ ഫീഡ്ബാക്കുകൾ പറയാനും നമുക്ക് ആ ജോലിയെ കുറിച്ച് മനസ്സിലാക്കാനുമുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് കണ്ടിന്യൂസ്ലി അസസ് ലേണിംഗ് നീഡ്സ് ഓഫ് ഈച്ച് യൂണിറ്റ് അല്ലെ. സോറി,
മാറിപ്പോയിട്ട് മിസ് വായിച്ചത്. പാസ് ഓവർ ഓർഗനൈസേഷണൽ മെസ്സേജ് ടു വർക്കേഴ്സ്. ഈ ഒരു സ്റ്റാഫ് ഡെവലപ്മെന്റ് കൊണ്ട് നമ്മുടെ ആ ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട മെസ്സേജസ് എന്തൊക്കെയാണ് അവിടെ നിന്ന് പറയുന്ന പുതിയ മെസ്സേജസ് എന്ന് നമുക്ക് വർക്കേഴ്സിന്റെ ഇടയിൽ കൈമാറാനായി സാധിക്കുന്നു. ഇപ്പൊ പുതിയ എന്തെങ്കിലും സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും സോഫ്റ്റ്വെയർസ്, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഫെസിലിറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സ്റ്റാഫുകൾക്ക് അതിനെ കുറിച്ചുള്ള ട്രെയിനിങ് കൊടുക്കും അല്ലേ? ആണോ ആണ് അല്ലേ? അത് അവർക്ക് ചെയ്യണമെങ്കിൽ ആ ഒരു പുതിയ ഫെസിലിറ്റി കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഒരു പുതിയ ട്രീറ്റ്മെന്റ് ആ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാല് അത് മറ്റുള്ള സ്റ്റാഫുകൾക്കും കൂടി അതിനെ കുറിച്ച് അവയർനെസ് കിട്ടണം. അപ്പൊ അവർക്ക് എന്ത് കൊടുക്കും? ട്രെയിനിങ് കൊടുക്കും അല്ലേ? അത് പഠിക്കുന്നതിന് വേണ്ടി അവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ട്രെയിനിങ് കൊടുക്കും അല്ലെ? അപ്പൊ എന്താണ്? ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട മെസ്സേജസ്, ഇൻഫോർമേഷൻസ് നമ്മുടെ വർക്കേഴ്സിന്റെ ഇടയിൽ പാസ് ചെയ്യാനായി സാധിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് ഈസി ആക്സസ് ടു നോളജ് കൊളീഗ്സ് ത്രൂ അല്ലെ? എന്താണ്? അറിവുള്ള നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റു സ്റ്റാഫുകൾ, ഇതുമായി ബന്ധപ്പെട്ട നോളജ് ഉള്ള സ്റ്റാഫുകളിൽ നിന്ന് എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായി സാധിക്കുന്നു. ഓക്കെയാണോ? ഇപ്പൊ നിങ്ങളാണെങ്കിലും എന്താണ്, ഇപ്പൊ മിസ് ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിച്ച് മനസ്സിലാക്കാറുണ്ടോ? ഗ്രൂപ്പുകൾ ഉണ്ട് അല്ലെ? ഗ്രൂപ്പ് ഉണ്ട് അല്ലെ? ഗ്രൂപ്പ് ഉണ്ടോ? വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിച്ച് മനസ്സിലാക്കാറുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ട്, എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാനുണ്ടെങ്കിൽ ഉണ്ടോ? ചോദിക്കാറുണ്ടോ? ഇല്ലേ? ആരും ചോദിക്കാറില്ല. ഉണ്ട് അല്ലെ? അപ്പൊ എന്താണ്? ഈ ഒരു സ്റ്റാഫ് ഡെവലപ്മെന്റിലൂടെ അല്ലെ അവർക്ക് മറ്റുള്ള നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അതില് കൂടുതൽ അറിവുള്ള ആളുകളിൽ നിന്ന് നമുക്കറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനായി ഈ ഒരു സ്റ്റാഫ് ഡെവലപ്മെന്റിലൂടെ സഹായിക്കുന്നു. ഓക്കെയാണോ? എന്താണ്? നല്ല രീതിയിലുള്ള സ്റ്റാഫ് ഡെവലപ്മെന്റ് നൽകുന്നതിലൂടെ ആ ഒരു ഓർഗനൈസേഷനിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ്, ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിക്കുന്നു. കൂടാതെ ആശയവിനിമയ മാർഗങ്ങൾ അല്ലെ മറ്റുള്ളവരുമായിട്ട് ആ ഒരു എംപ്ലോയീസിന് ആ ജോലിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ അല്ലെ ആശയവിനിമയ മാർഗങ്ങൾ കുറയ്ക്കാൻ സൗകര്യമൊരുക്കുന്നു. നെക്സ്റ്റ് എന്താണ്? ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് അല്ലെ ആ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെസ്സേജുകൾ നമ്മുടെ വർക്കേഴ്സിന്റെ ഇടയിൽ പാസ് ചെയ്യാനായി അല്ലെ കൈമാറാനായിട്ട് വിവരങ്ങൾ കൈമാറാൻ സാധിക്കുന്നു. നെക്സ്റ്റ് എന്താണ്? ഈസി ആക്സസ് ടു എന്താണ്? നമ്മുടെ കൊളീഗ്സിൽ അറിവുള്ള സഹപ്രവർത്തകരിലേക്ക് നമുക്ക് പെട്ടെന്ന് പ്രവേശിക്കാനായിട്ട്, അതായത് അവരുമായിട്ട് കൂടുതൽ ഇടപഴകാനും അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും സഹായിക്കുന്നു. ഓക്കെയാണോ? ഈസി ആക്സസ് നോളജ് കൊളീഗ്സ് ത്രൂ അല്ലെ? ഈസി ആക്സസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പ്രവേശിക്കുക, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന അറിവുള്ള സഹപ്രവർത്തകരിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവരിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കില്ലേ നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ? ആണോ? നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആളുകള് കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആണ്, കുറച്ചും കൂടി നോളജ് ഉള്ളവരാണെങ്കിൽ അവരൊപ്പം നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ എന്താണ്? നമ്മളിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട് അല്ലെ? ഒരു വളർച്ച ഉണ്ടാകുന്നുണ്ടോ? അവർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി അല്ലെ? അപ്പൊ അങ്ങനെ അവരിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ. നെക്സ്റ്റ് റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഇൻ സ്റ്റാഫ് ഡെവലപ്മെന്റ്. നമ്മുടെ സ്റ്റാഫ് ഡെവലപ്മെന്റില് അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, റോൾ എന്തൊക്കെയാണ്, പങ്ക് എന്താണ്? ഫസ്റ്റ് പറയുന്നത് യൂസേഴ്സ് പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ് വെൻ ഹെൽപ്പിംഗ് എംപ്ലോയീസ് ടു ലേൺ ന്യൂ സ്കിൽസ് ഓർ ഇൻഫോർമേഷൻസ് അല്ലെ? എന്താണ്? പുതിയ കഴിവുകളോ അല്ലെങ്കിൽ പുതിയ ഇൻഫോർമേഷൻസോ അല്ലെ വിവരങ്ങളോ പഠിക്കാൻ ജീവനക്കാരെ സഹായിക്കുമ്പോൾ, ഹെൽപ്പ് ചെയ്യുമ്പോൾ, അതായത് അവർക്ക് ട്രെയിനിങ്ങുകൾ കൊടുക്കുമ്പോൾ
പഠന തത്വങ്ങള് ലേണിംഗ് പ്രിൻസിപ്പൾസ് ഉപയോഗിക്കുക. ലേണിംഗ് പ്രിൻസിപ്പൾസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രിൻസിപ്പൾസ് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട് റെഡിനെസ് ഉണ്ട്, ഒരുപാട് എക്സസൈസുകൾ ചെയ്താൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. പഠിച്ച കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം അല്ലെ. ആണോ? എഫക്ട് ചെയ്യണം അല്ലേ? അപ്ലൈ ചെയ്ത നമ്മൾ ഒരുപാട് തിയറീസ് പഠിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോ ഒരുപാട് തിയറീസ് പഠിച്ചു അല്ലെ. തിയറീസ് എല്ലാം നമ്മൾ ഒരുപാട് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പഠിച്ചു. ഇനിയും പഠിക്കാൻ പോകുന്നുണ്ട് 3rd 4th. പക്ഷെ നിങ്ങൾ ഒരു വർക്കിങ്ങിൽ ചെന്ന് കയറി കഴിയുമ്പോഴാണ് അല്ലെ ഒരു പ്രാക്ടിക്കലുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നത്. ആണോ? അത് അപ്ലൈ ചെയ്യുമ്പോഴാണ് അല്ലെ. ആണോ? അപ്പൊ എന്താണ് അപ്ലിക്കേഷൻ അല്ലെ? അപ്ലൈ ഒരു ലേണിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ലേണിംഗ് പ്രിൻസിപ്പിൾ ആണ്. അങ്ങനെ ഒരുപാട് ലേണിംഗ് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്ത് കാണിട്ട് അവരെന്താണ് പുതുതായി ജോലിക്ക് ചേരുന്ന അല്ലെ ജീവനക്കാരെ പഠിപ്പിക്കുക, അല്ലെ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ വിവരങ്ങൾ അല്ലെങ്കിൽ പുതിയ കഴിവുകൾ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെയുള്ള ലേണിംഗ് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്യുക. ഓക്കെയാണോ? പിന്നെ എന്താണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാല് എല്ലാവർക്കും പഠിക്കാനായിട്ട് ഒരുപോലെ കഴിവുകളുണ്ടോ? ചിലർക്ക് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്താലാണ് കിട്ടുന്നത്. ചിലർക്ക് ഒരു തവണ പറഞ്ഞാൽ തന്നെ അവർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും അല്ലെ. അതെന്തുകൊണ്ടാണ്? ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ് അല്ലെ. ആണോ? പിന്നെ എന്താണ് ചിലർക്ക് വായിച്ചല് അല്ലെ റീഡിങ് ഒരുപാട് ചിലപ്പോ 2 3 തവണ വായിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്നവരുണ്ട് ഇല്ലേ. ചിലർക്ക് എന്താണ് അത് എഴുതി പഠിക്കണം വേണോ. അതൊക്കെ എന്താണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് വേണം നമ്മുടെ സ്റ്റാഫുകൾക്ക് ഡെവലപ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ ലേണിംഗ് പ്രിൻസിപ്പൾസ് യൂസ് ചെയ്യുക. ഓക്കെ ആണോ? എന്താണ് റെഡിനെസ്, എഫക്റ്റീവ്നെസ്, എക്സസൈസ്, അപ്ലൈ അങ്ങനെയുള്ള മെത്തേഡുകൾ. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് യൂസേഴ്സ് ടീച്ചിങ് ടെക്നിക്സ് ദാറ്റ് സ്ട്രെങ്തൻ സ്റ്റാഫ് അല്ലെ. ജീവനക്കാരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിൽ സ്റ്റാഫുകളെ സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിലുള്ള ടീച്ചിങ് ടെക്നിക്കുകൾ ഉപയോഗിക്കുക. ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് സ്കൂളുകളിലോ ഇപ്പൊ KG സെക്ഷനിൽ അല്ലെങ്കിൽ നമ്മുടെ 1, 2 ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? പണ്ട് നമ്മ പഠിച്ചത് എങ്ങനെയാണ്? ജസ്റ്റ് എങ്ങനെയാണ്? ജസ്റ്റ് മിസ് ക്ലാസ്സിൽ എഴുതി തരും അല്ലെ, ബോർഡിൽ എഴുതി തരും, നമ്മ അത് നോക്കി നോട്ടിൽ എഴുതി പഠിക്കും. അങ്ങനെയാണോ? ഇപ്പൊ എങ്ങനെയാണ്? ലേണിംഗ് ബൈ ഡൂയിങ് ആണ് അല്ലെ. അവര് ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് പഠിക്കുകയാണോ ചെയ്യുന്നത്? ഒരുപാട് ആക്ടിവിറ്റീസ് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടാണ് അല്ലെ പഠിക്കുന്നത്. അതൊക്കെ എന്താണ് ഇപ്പൊ ഇഫക്റ്റീവ് ആയിട്ടുള്ള ടീച്ചിങ് ടെക്നിക്സുകളാണ് അല്ലെ. ആണോ? എല്ലാ കാര്യങ്ങളും അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന രീതിയിൽ അല്ലെ, പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന രീതിയിൽ ടീച്ചിങ് ടെക്നിക്സുകൾ ഉപയോഗിച്ച് കാണിട്ട് സ്റ്റാഫുകളെ സ്ട്രെങ്തൻ ചെയ്യിക്കുക. ഓക്കെ ആണോ? അവരെ കഴിവുകൾ വർദ്ധിപ്പിക്കുക. ഇപ്പൊ നമ്മൊരു കാര്യം ജസ്റ്റ് മിസ് ഇങ്ങനെ ഒരുപാട് എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്, ഒരുപാട് ലെക്ചറിങ് മെത്തേഡിലൂടെയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് അല്ലെ. നിങ്ങൾക്ക് അതൊരു പ്രാക്ടിക്കൽ പോലെ നിങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് അതൊരു ചെയ്ത് പഠിക്കാൻ പറ്റാണ്. അല്ലെങ്കിൽ മിസ് എന്തെങ്കിലും വീഡിയോസ് കാണിച്ചെന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് ക്ലിയർ ആവോ? ഇല്ലേ? ടെക്നിക്കുകളൊക്കെ ടെക്നിക്സുകൾ ഉപയോഗിച്ചില്ലേ. അപ്പൊ അതൊക്കെ എന്താണ്? എഫക്റ്റീവ് ആയിട്ടുള്ള ടീച്ചിങ് ടെക്നിക്സുകളാണ് അല്ലെ. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ തരാം, അതല്ലെങ്കിൽ എന്താണ് മിസ് വീഡിയോ ഇട്ട് തരാം അല്ലെ. ആണോ? അപ്പൊ അങ്ങനെയുള്ള ടീച്ചിങ് ടെക്നിക്സുകൾ ഉപയോഗിച്ച് കാണിട്ട് സ്റ്റാഫുകളെ അവരുടെ മനോവീര്യം അല്ലെ, അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുക. ഓക്കെ ആണോ? അത് നമ്മുടെ സ്റ്റാഫ് ഡെവലപ്മെന്റിലെ അഡ്മിനിസ്ട്രേറ്ററുടെ പങ്കാണ്. ഓക്കെ ആണോ?
ഇപ്പൊ നിങ്ങൾക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് സെമിനാറുകളൊക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലെ? കോളേജിലൊക്കെ പഠിക്കുമ്പോഴ് പ്ലസ് ടുവിനൊക്കെ പഠിക്കുമ്പോഴ് അപ്പൊ ആ സെമിനാറൊക്കെ അവരെങ്ങനെയാണ് പറയുന്നത്? ഒരുപാട് മിക്ക ആളുകൾ എങ്ങനെയാണ് ലെക്ചറിങ്ങിലൂടെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലെ? ആണോ? പക്ഷെ ആ ലെക്ചറിങ് ചെയ്യുന്ന സമയത്ത് അവർ അതിന്റെ ഇടയിൽ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യിക്കുക, കുറെ വീഡിയോസ് കാണിച്ചെന്ന് നമ്മളെ അവെയർ ചെയ്യാമെങ്കിൽ നമുക്ക് ആ ക്ലാസ് കുറച്ചും കൂടി എഫക്റ്റീവ് ആവുമല്ലോ, കുറച്ചും കൂടി മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ? ആണോ? അപ്പൊ അതൊക്കെ എന്താണ്? ടീച്ചിങ് ടെക്നിക്സുകളാണ് അല്ലെ? നമ്മളെ കൂടുതൽ സ്ട്രെങ്തൻ, ആ ഒരു കഴിവ്, ആ ഒരു കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടീച്ചിങ് ടെക്നിക്സുകളാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് കണ്ടിന്യൂസ്ലി അസസസ് ലേണിംഗ് നീഡ്സ് ഓഫ് ഈച്ച് യൂണിറ്റ്സ് അല്ലെ? ഓരോ യൂണിറ്റിന്റെയും പഠന ആവശ്യങ്ങൾ തുടർച്ചയായി കണ്ടിന്യൂസ് ആയിട്ട് വിലയിരുത്തുക. ഇപ്പൊ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ആവശ്യങ്ങള്, പഠന ആവശ്യങ്ങളായിരിക്കോ നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾക്ക് വരുന്നത്? ആണോ? അതായിരിക്കോ ഫാർമസിയിലുള്ള സ്റ്റാഫുകൾക്ക് വരുന്നത്? അതായിരിക്കോ റേഡിയോളജിയിലുള്ള സ്റ്റാഫുകൾക്ക് വരുന്നത്? അതായിരിക്കോ അനസ്തേഷ്യയിലെ സ്റ്റാഫുകൾക്ക്? അല്ല അല്ലെ? എല്ലായിടത്തും വ്യത്യസ്തങ്ങളാണ് അല്ലെ അവരെ പഠന ആവശ്യങ്ങള്. അപ്പൊ എന്താണ്? ഓരോ യൂണിറ്റിലെയും പഠന ആവശ്യങ്ങള് തുടർച്ചയായി വിലയിരുത്തുക. ഓക്കെ ആണോ? ലീഡ്സ് എംപ്ലോയീസ് റിഗാർഡിംഗ് നോളജ് ആൻഡ് സ്കിൽ ഡെഫിസിറ്റ് അല്ലെ? ചില സ്റ്റാഫുകൾക്ക് ചില കാര്യങ്ങളില് സ്കിൽ ഡെഫിസിറ്റ് ഉണ്ടാവാറുണ്ട് അല്ലെ? കഴിവുകൾ കുറവായിട്ടുണ്ടാവാറുണ്ടല്ലോ. അവിടെ അത്രയും ആ ഒരു ഏരിയയിൽ അത്രയും എക്സ്പീരിയൻസ്ഡ് ആകാത്ത ആളുകൾ ഉണ്ടാവും അല്ലെ? ചിലർക്ക് എന്താണ് ഇഞ്ചക്ഷൻ കൊടുക്കാന്, അല്ലെങ്കിൽ ഡ്രസ് ചെയ്യാന്, അല്ലെങ്കിൽ അവർക്ക് അക്യൂട്ട് ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് അല്ലേ? ആണോ? ഒന്ന് പറയ്. ആണ് അല്ലെ? അപ്പൊ എന്താണ്? അപ്പൊ അങ്ങനെയുള്ള എംപ്ലോയീസിന്, ജീവനക്കാർക്ക് അവരുടെ ആ ഒരു കുറവുമായി ബന്ധപ്പെട്ട് ഏത് സ്കില്ലാണ് അവർക്ക് ഡെഫിസിറ്റ് ഉള്ളത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രെയിനിങ്ങുകൾ നൽകുക. ഓക്കെ ആണോ? എല്ലാം ഓക്കെ ആണോ? ഇത് വളഞ്ഞു തിരിഞ്ഞാണ് പറഞ്ഞിരിക്കുന്നത്, നേരെയല്ല പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓരോ വേർഡ്സുകളും തിരിച്ചു പറഞ്ഞിരിക്കുകയാണ്. ക്ലിയർ അല്ലേ മക്കളെ? കഴിഞ്ഞ ദിവസം എടുത്തത് ഓക്കെ അല്ലേ? ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് നഴ്സിംഗ് ഹൈറാർക്കി ആൻഡ് ഫങ്ഷൻസ് അല്ലെ? നമ്മുടെ നഴ്സിംഗ് ഹൈറാർക്കി, ആ ഒരു ശ്രേണി, അധികാര ശ്രേണിയും ഫങ്ഷൻസ്, നഴ്സിംഗിന്റെ ആ ഒരു ശ്രേണിയും അവരുടെ പ്രവർത്തനങ്ങളും. ദ സ്ട്രക്ചർ ഓഫ് ഓർഗനൈസേഷൻ ഡിറ്റർമൈൻസ് ദ എംപ്ലോയീസ് ബിഹേവിയർ. നമ്മൊരു ഓർഗനൈസേഷന്റെ, ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ സ്ട്രക്ചർ അല്ലെ നിശ്ചയിക്കുന്നത്, ഘടന നിശ്ചയിക്കുന്നത് അവിടുത്തെ എംപ്ലോയീസിന്റെ ബിഹേവിയറിൽ നിന്നാണ് അല്ലെ? പെരുമാറ്റത്തിൽ നിന്നാണ്. നമ്മൾ പറയാറില്ലേ ഒരു ഹോസ്പിറ്റൽ നല്ല അടിപൊളി ഹോസ്പിറ്റലാണ്, നല്ല ഹോസ്പിറ്റലാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അവിടുത്തെ എംപ്ലോയീസിന്റെ ആ ഒരു പ്രവർത്തനങ്ങളിൽ നിന്നല്ലേ? അവിടെ പേഷ്യൻസിനെ നല്ല രീതിയിൽ കെയർ ചെയ്യുക അല്ലെ? അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, അവർക്ക് എന്താണ് ആ ഒരു ട്രീറ്റ്മെന്റ് കൊണ്ട് നല്ല ഔട്ട്കംസ് ലഭിക്കുക. ആണോ? സ്റ്റാഫ് ആയാലും ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും ശരിയായ രീതിയിൽ ബിഹേവ് ചെയ്യുമ്പോഴല്ലേ അവരുടെ സ്ട്രക്ചറിൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ അല്ലെ? നമ്മ നല്ലതെന്ന് പറയുള്ളൂ. ആണോ? നമ്മളോട് മോശമായിട്ട് പെരുമാറാണ് അല്ലെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ്, നമ്മൾ എന്തെങ്കിലും പ്രോബ്ലംസ്, ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആശങ്കകളും ഒരുപാട് ഡൗട്ട്സുകളും ഉണ്ടാവും അല്ലെ? നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാവോ? വെറുതെ പോയി മരുന്ന് മേടിച്ചു വരാണോ ചെയ്യുന്നത്? ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും അല്ലെ? അപ്പൊ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് അവര് വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻസ് തരുന്നില്ല. എങ്കിലും നമ്മ അതാടാ സാറ്റിസ്ഫൈഡ് ആവോ? ചില ഹോസ്പിറ്റലിൽ പറയാറുണ്ട് നമ്മ എന്താണ്, ആ നഴ്സിനോട് ഒന്നും ചോദിക്കാൻ പറയത്തില്ല, അവരപ്പൊ തട്ടിക്കേറുന്നു അല്ലെ? പറയാറുണ്ടോ? തട്ടിക്കേറും അല്ലെ? ചൂടാവും.
അതൊരു ബിഹേവിയർ ആണ് അല്ലെ. അപ്പൊ എന്താണ്, ഒരു ഓർഗനൈസേഷന്റെ ഘടന നല്ലതാണോ ബാഡ് ആണോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവിടുത്തെ എംപ്ലോയീസിന്റെ ബിഹേവിയർ ആണ്. ത്രൂ ദ എഫക്ട്, റോൾ, പവർ, സ്റ്റാറ്റസ്, റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്. അല്ലെ, ത്രൂ എന്തൊക്കെയാണ്, ജോലിക്കാരുടെ റോള്, അവരുടെ പങ്ക്, അവരുടെ പവർ അല്ലെ, അവരുടെ സ്റ്റാറ്റസ്, അവർ ഏത് സെക്ഷനിലാണ്, ഏത് ഇതിലാണ് വർക്ക് ചെയ്യുന്നത്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ, അവരുടെ അതോറിറ്റി, അവരുടെ ആശയവിനിമയങ്ങൾ അല്ലെ, കമ്മ്യൂണിക്കേഷൻസ്, ഇതൊക്കെ ഉണ്ടോ ബിഹേവിയറില്? ഉണ്ടോ? അവരുടെ ജോലിയുടെ പങ്ക് ഉണ്ട് അല്ലെ. ഇപ്പൊ നേഴ്സ് ആണ്, ഡോക്ടർ ആണ്, അതല്ലെങ്കിൽ റിസപ്ഷനിലെ സ്റ്റാഫ് ആണെങ്കിൽ ആ ഒരു പങ്ക്, അവർ ആ ജോലിയുമായി ബന്ധപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് പെടുന്നുണ്ടോ? ആരായിക്കോട്ടെ അല്ലെ, ഏതൊരു സ്റ്റാഫ് ആയിക്കോട്ടെ, അവർ ആ ഒരു ജോലിയുടെ റോള്, അവരുടെ പവർ, അവരുടെ സ്റ്റാറ്റസ്, അവരുടെ റെസ്പോൺസിബിലിറ്റി, അവരുടെ അതോറിറ്റി അല്ലെ, അവരുടെ ആശയവിനിമയങ്ങൾ, ഒരാളോട് എങ്ങനെയാണ് അവർ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് അല്ലെ, അതൊക്കെ എന്താണ് നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ഉൾക്കൊള്ളുന്നു. ഓക്കെയാണോ? ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് നഴ്സിംഗ് ഈസ് എ ലാർജ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. നഴ്സിംഗ് എന്ന് പറയുന്നത് വലിയൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. നമ്മുടെ ഏതെങ്കിലും ഒരു സെക്ഷനിൽ നഴ്സ് ഇല്ലാത്തതുണ്ടോ? ഹോസ്പിറ്റലില്, ഔട്ട് പേഷ്യന്റിലുണ്ട്, ഇൻ പേഷ്യന്റിലുണ്ട്, വാർഡിലുണ്ട്, ഓപ്പറേഷൻ തിയേറ്റേഴ്സിലുണ്ട്, ICUലുണ്ട് അല്ലെ. എവിടെ നോക്കിയാലും നമ്മുടെ നഴ്സുമാരുണ്ട് അല്ലെ. ആണോ? In every hospital, since it has a hierarchy as a doctors do, അല്ലെ, ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിന്റെ ശ്രേണി ഹൈറാർക്കി പോലെ തന്നെ എല്ലാ ഹോസ്പിറ്റലിലും എന്തുണ്ട്, നമ്മുടെ നഴ്സിന്റെ ഒരു ഹൈറാർക്കി ഉണ്ട്. ഹൈറാർക്കി എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മുടെ ഡോക്ടേഴ്സിന്റെ തന്നെ നോക്കിയേ, ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ട് അല്ലെ, ഉണ്ടോ? ജൂനിയർ ഡോക്ടേഴ്സ്, അതിന്റെ മുകളിൽ ആരുണ്ട്? സീനിയർ ഡോക്ടേഴ്സ് ഉണ്ട് അല്ലെ, ഹെഡ് ഓഫ് ദ ഡോക്ടർ ഉണ്ട് അല്ലെ, ഡയറക്ടർ ഉണ്ട് അല്ലെ, ഉണ്ടോ? അങ്ങനെ പോവാണ് അല്ലെ, ശ്രേണി ചങ്ങല പോലെ പോവാണോ? അതേപോലെ തന്നെ നമ്മുടെ നഴ്സുമാരുടെ ഇതിൽ എന്തുണ്ട്, ഇങ്ങനെ ഒരു ഹൈറാർക്കി ഉണ്ട്. ഓക്കെ ആണോ? പഠിക്കാനുണ്ട് കേട്ടോ, നെക്സ്റ്റ് വരുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് നെസസറി ടു അണ്ടർസ്റ്റാൻഡ് ഡിഫറെന്റ് നഴ്സിംഗ് ക്ലാസിഫിക്കേഷൻ അല്ലെ. അതുകൊണ്ട് എന്താണ് ഈ ഹൈറാർക്കി, ഈ ഒരു നഴ്സിംഗ് ക്ലാസിഫിക്കേഷനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്, ആവശ്യമാണ്. ഫസ്റ്റ് വരുന്നത് ഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ ആ ഒരു നഴ്സിംഗ് യൂണിറ്റിന്റെ ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? നഴ്സിംഗ് ഡയറക്ടർ ആണ്. നഴ്സിംഗ് ഡയറക്ടർ അണ്ടറിൽ നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ആണ് വരുന്നത്. അടയാളപ്പെടുത്തട്ടോ, ഇതൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ്, നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റിന്റെ അടിയിൽ നഴ്സിംഗ് സൂപ്പർവൈസർ, നഴ്സിംഗ് സൂപ്പർവൈസറുടെ അണ്ടറിൽ നഴ്സിംഗ് ഇൻചാർജ്, നഴ്സിംഗ് ഇൻചാർജിന്റെ അണ്ടറിൽ നഴ്സ് സ്റ്റാഫ്, നഴ്സിംഗ് സ്റ്റാഫിന്റെ അണ്ടറിൽ സ്റ്റാഫ് നഴ്സ്, സ്റ്റാഫ് നഴ്സിന്റെ അണ്ടറിൽ നഴ്സിംഗ് അസിസ്റ്റന്റ്. ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ, ഹൈറാർക്കി ചോദിക്കുന്നതാണ്, അടയാളപ്പെടുത്താം. ഹെഡ് ആരാണ്? നഴ്സിംഗ് ഡയറക്ടർ അല്ലെ. നഴ്സിംഗ് ഡയറക്ടറിന്റെ അണ്ടറിൽ ആരാ വരുന്നത്? നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ്. നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റിന്റെ അടിയിൽ നഴ്സിംഗ് സൂപ്പർവൈസർ, നഴ്സിംഗ് സൂപ്പർവൈസറുടെ അടിയിൽ നഴ്സിംഗ് ഇൻചാർജ്, നഴ്സിംഗ് ഇൻചാർജിന്റെ അണ്ടറിൽ സ്റ്റാഫ് നഴ്സ്, സ്റ്റാഫ് നഴ്സിന്റെ അണ്ടറിൽ നഴ്സിംഗ് അസിസ്റ്റന്റ്. ഓക്കെ ആണോ? പഠിക്കാട്ടോ അത്. നെക്സ്റ്റ് പറയുന്നത്, നെക്സ്റ്റ് ഇനി ഓരോരുത്തരുടെയും നഴ്സിംഗ് ഡയറക്ടറുടെ, നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റിന്റെ, നഴ്സിംഗ് സൂപ്പർവൈസറുടെ, അങ്ങനെ ഓരോരുത്തരും ആരാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നാണ് ഇനി പഠിക്കാനുള്ളത്. സിമ്പിൾ ആണ് കേട്ടോ, പെട്ടെന്ന് കഴിയും, സിമ്പിൾ ആയിട്ടുള്ള സെക്ഷൻ ആണ് കേട്ടോ അത്. നഴ്സിംഗ് ഡയറക്ടർ, ഇറ്റ് ഈസ് ദ നഴ്സിംഗ് ഡയറക്ടർ ഹു പ്രൊവൈഡ്സ് directions to the nursing staff and coordinate health service അല്ലെ. നഴ്സിംഗ് ജീവനക്കാർക്ക് നിർദ്ദേശം നൽകുകയും, നമ്മൾ പറഞ്ഞു നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ഉണ്ട്, നഴ്സിംഗ് സൂപ്പർവൈസർ ഉണ്ട്, ഇൻചാർജ് ഉണ്ട്, സ്റ്റാഫ് നഴ്സ് ഉണ്ട്, നഴ്സിംഗ് അസിസ്റ്റൻസുകൾ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള നഴ്സിംഗ് സ്റ്റാഫുകൾക്ക്, ജീവനക്കാർക്ക്
നിർദ്ദേശം നൽകുകയും ഹെൽത്ത് സർവീസുകൾ അല്ലെ, നമുക്കറിയാം ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള ഹെൽത്ത് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഹെൽത്ത് സർവീസുകൾ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു, കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. എന്താണ്? ഇൻപേഷ്യന്റ് ഉണ്ട്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഉണ്ട്, ലാബ് ഉണ്ട്, ഫാർമസി ഉണ്ട് അല്ലെ, ആണോ? റേഡിയോളജി സെക്ഷൻ ഉണ്ട്, ആണോ? അപ്പൊ ഇങ്ങനെയുള്ള ഹെൽത്ത് സർവീസുകൾ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. ഓക്കെ ആണോ? അത് നെക്സ്റ്റ് പറയുന്നത് their duties consist of supervising all nursing staff and looking after patient care as well as administrative functions like record keeping, budgeting, etc. എന്താണ്? എല്ലാ നഴ്സിംഗ് സ്റ്റാഫുകൾക്കും മേൽനോട്ടം വഹിക്കുക അല്ലെ, നേരത്തെ തന്നെ പറഞ്ഞു അല്ലെ, who provides direction to the nursing staff അല്ലെ. അതേപോലെ തന്നെ എന്താണ്? എല്ലാ നഴ്സിംഗ് സ്റ്റാഫുകൾക്കും സൂപ്പർവിഷൻ നടത്തുക അല്ലെ, മേൽനോട്ടം വഹിക്കുക. കൂടാതെ രോഗി ലുക്കിംഗ് ആഫ്റ്റർ പേഷ്യന്റ് കെയർ അല്ലെ, രോഗി പരിചരണങ്ങള് ശ്രദ്ധിക്കുക. കൂടാതെ എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് വർക്കുകളും ഇവരിൽ ശ്രദ്ധിക്കുക അല്ലെ. അഡ്മിനിസ്ട്രേറ്റീവ് വർക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യന്റുമായി ബന്ധപ്പെട്ട റെക്കോർഡ് കീപ്പിംഗ് അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ബഡ്ജറ്റിംഗിലൊക്കെ ഇവരെന്താണ്? മേൽനോട്ടം ശ്രദ്ധിക്കുക. ഓക്കെ ആണോ? സൂപ്പർവൈസ് ചെയ്യുക. ഓക്കെ ആണോ? പേഷ്യന്റ് കെയർ, നഴ്സിംഗ് കെയറിലും പേഷ്യന്റ് കെയറിലും മാത്രമല്ല അവർ മേൽനോട്ടം വഹിക്കുന്നത്, പേഷ്യന്റുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലും ഇവര് ശ്രദ്ധ ചെലുത്തുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് at minimum they require co-worker വേണ്ട കേട്ടോ. അവിടെ co-workers or എന്നുള്ളത് വേണ്ട കേട്ടോ, അതെന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളതാണ്. at minimum they require bachelor degree in nursing അല്ലെ, ഇവർക്ക് എന്ത് വേണം? ബാച്ചുലർ ഡിഗ്രി വേണം, കമ്പൽസറി ആണ് കേട്ടോ. കൂടാതെ along with at least 10-year experience in deemed firms അല്ലെ, ആ ഒരു അനുബന്ധ ഫേമുമായി ബന്ധപ്പെട്ട്, ആ ഒരു സർവീസുമായി ബന്ധപ്പെട്ട് അവർക്ക് 10 വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും വേണം. എന്നാൽ മാത്രമേ അവർക്ക് നഴ്സിംഗ് ഡയറക്ടർ ആയിട്ട് ചുമതല ലഭിക്കാൻ സാധ്യതയുള്ളൂ. ഓക്കെ ആണോ? ബാച്ചുലർ ഡിഗ്രി ഇൻ നഴ്സിംഗ് അല്ലെ, BSc പോലെയുള്ള ബാച്ചുലർ ഡിഗ്രി വേണം. കൂടാതെ അവർക്ക് ആ ഒരു അനുബന്ധ മേഖലയിലെ 10 വർഷത്തെ എക്സ്പീരിയൻസും നിർബന്ധമാണ്, കമ്പൽസറി ആണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, നമ്മുടെ നഴ്സിംഗ് ഡയറക്ടറിലെ കടമകളും ഉത്തരവാദിത്തങ്ങളും എന്തൊക്കെയാണ്? ടു ഡയറക്ട്, ഓവർസീ ആൻഡ് ഇവാലുവേറ്റ് ഓൾ നഴ്സ് അല്ലെ, എല്ലാ നഴ്സിംഗ് സ്റ്റാഫുകൾക്കും മേൽനോട്ടം വഹിക്കുകയും അവരുടെ പ്രവർത്തനങ്ങള് വിലയിരുത്തുകയും ചെയ്യുക. അതാണ് എല്ലാ നഴ്സിംഗ് സ്റ്റാഫുകളെയും മേൽനോട്ടം വഹിക്കുകയും ആ നഴ്സിംഗ് സ്റ്റാഫുകളുടെ പ്രവർത്തനങ്ങള് വിലയിരുത്തുകയും ചെയ്യുക. ടു ഗൈഡ് സ്റ്റാഫിംഗ് പ്രൊസീജിയർ അല്ലെ, സ്റ്റാഫിംഗ് നടപടിക്രമങ്ങളില് എന്ത്? ഗൈഡ് കൊടുക്കുക അല്ലെ, നയിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പഠിച്ചില്ലേ, പുതിയ സ്റ്റാഫുകളെ സെലക്ട് ചെയ്യുക, അപ്പോയിന്റ് ചെയ്യുക അല്ലെ, അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക. ഓർമ്മയുണ്ടോ? സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞ് പഠിച്ചു നമ്മ. സെർച്ച് ചെയ്യുക അല്ലെ, പുതിയ സ്റ്റാഫുകളെ നിയമിക്കാനായിട്ട് അവര് അന്വേഷിക്കുക, സെർച്ച് ചെയ്യുക, അവരെ ചൂസ് ചെയ്യുക, അവരെ അനലൈസ് ചെയ്യുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സ്റ്റാഫിങ്ങിനെ നയിക്കുക. ഓക്കെ ആണോ? സ്റ്റാഫിംഗ് നടപടിക്രമങ്ങളെ നയിക്കുക. ടു സെറ്റ് ലോങ് ടേം ഗോൾ ഫോർ എൻഷുറിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും അനുയോജ്യമായിട്ടുള്ള ലോങ് ടേം ഗോളുകൾ സെറ്റ് ചെയ്യുക അല്ലെ, ദീർഘകാല ലക്ഷ്യങ്ങള്. ഇപ്പൊ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഹോസ്പിറ്റലിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളുടെയും ലക്ഷ്യം എന്താണ്? അവിടെ വരുന്ന പേഷ്യൻസിനെ പരിചരണം നൽകുക അല്ലെ, നല്ല രീതിയിലുള്ള ഗുഡ് കെയർ കൊടുക്കുക, നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുക അല്ലെ, അവർക്ക് ഗുഡ് ഔട്ട്കംസ് ലഭിക്കുക എന്നുള്ളതാണോ? അല്ലേ?
ആണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഗോൾസുകൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസും അതുമായി ബന്ധപ്പെട്ട ഗോൾസുകൾ സെറ്റ് ചെയ്യുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് അറേഞ്ച് ആൻഡ് കോർഡിനേറ്റ് അഡ്മിഷൻ, നഴ്സിംഗ് ആൻഡ് പേഷ്യന്റ് കെയർ പ്രൊസീജിയേഴ്സ് അല്ലെ. എന്താണ്? ഒരു പേഷ്യന്റ് വന്ന് അവരെ അഡ്മിഷൻ ചെയ്ത് അവർക്ക് വേണ്ട നഴ്സിംഗ് പേഷ്യന്റ് കെയർ പ്രൊസീജിയേഴ്സ് അറേഞ്ച് ചെയ്യുകയും അത് കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുക അല്ലെ, ഏകോപിപ്പിക്കുകയും ചെയ്യുക. ഒരു പേഷ്യന്റിനെ വന്ന് അവർ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അവർ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത്, സോറി ഏത് റൂംസിലോ അല്ലെങ്കിൽ ഏത് വാർഡുകളിലാണ് അഡ്മിറ്റ് ആക്കുന്നത്, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് നഴ്സുമാരുടെ ലഭ്യതയുണ്ടോ, അവിടെ എത്ര നഴ്സുമാരുണ്ട് അല്ലെ, അവർക്ക് ഏതൊക്കെ തരത്തിലുള്ള കെയർസ് പേഷ്യന്റ് കെയർസ് ആണ് കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് സെറ്റിൽ ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസ് ബോത്ത് ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂ ആൻഡ് പേഷ്യന്റ് ഇഷ്യൂസ് അല്ലെ. നമുക്ക് എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റും ബേസ് ചെയ്തിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാം അല്ലെ. ഔട്ട് പേഷ്യന്റിൽ ഉണ്ടാവാം, ഇൻ പേഷ്യൻസിൽ ഉണ്ടാവാം, അനസ്തീഷ്യയിൽ ഉണ്ടാവാം അല്ലെ. അതേപോലെ പേഷ്യന്റുമായി ബേസ് ചെയ്ത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാലോ. പേഷ്യന്റിന് മരുന്ന് മാറ്റി കൊടുത്ത് അല്ലെങ്കിൽ പേഷ്യൻസ് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു, പേഷ്യൻസിന് ഡോക്ടേഴ്സിന് കാണാൻ പറ്റിയില്ല അല്ലെ. പേഷ്യൻസിന്റെ കണ്ടീഷൻ എന്തെങ്കിലും മോശമായി അല്ലെ, പേഷ്യൻസിന് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻസിഡൻസുകൾ ഉണ്ടായി അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തോ പേഷ്യന്റ് ബേസ് ചെയ്തോ എന്തെങ്കിലും ഇഷ്യൂസ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്യുകയും ചെയ്യുക. കൂടാതെ റിപ്പോർട്ട് ടു അപ്പർ മാനേജ്മെന്റ് അല്ലെ. ഇപ്പൊ അവർക്ക് സെറ്റിൽ ചെയ്യാൻ കഴിഞ്ഞതാണെങ്കിലും അവർക്ക് സെറ്റിൽ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണെങ്കിലും നമ്മുടെ മുകളിൽ മാനേജ്മെന്റിനെ അറിയിക്കണ്ടേ? എന്തൊരു പ്രശ്നങ്ങൾ ഉണ്ടായാലും ടോപ്പ് മാനേജ്മെന്റിനെ അറിയിക്കണോ? ഹോസ്പിറ്റലുമായി ബേസ് ചെയ്ത് ഡിപ്പാർട്ട്മെന്റുമായി ബേസ് ചെയ്ത് അല്ലെങ്കിൽ പേഷ്യന്റിനുമായി ബേസ് ചെയ്ത് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ, അറിയിക്കണോ ടോപ്പ് മാനേജ്മെന്റില്? അറിയിക്കണ്ടേ? അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ടു അപ്പർ മാനേജ്മെന്റ് ഇഷ്യൂസ് അറിയിക്കുകയും ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് ഓക്കെ ആണോ? നഴ്സിംഗ് ഡയറക്ടർ ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് അല്ലെ. നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് എന്ന് പറഞ്ഞാല് നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ആസ് ദ സെക്കൻഡ് കമാൻഡ് ഇൻ ദ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി ഹോസ്പിറ്റൽ. എന്താണ്? ഒരു ഹോസ്പിറ്റലിലെ രണ്ടാമത്തെ നമ്മുടെ നഴ്സിംഗ് ഡയറക്ടർ കഴിഞ്ഞാല് രണ്ടാമത്തെ കമാൻഡ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലെ രണ്ടാമത്തെ കമാൻഡർ ആണ് നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ്. He or she will be held responsible for management and supervision of nursing services of the different department of the hospital. ആശുപത്രിയിലെ വിവിധ വകുപ്പുകളിലെ അല്ലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ നഴ്സിംഗ് സേവനങ്ങളുടെ നടത്തിപ്പിനും അവരുടെ മേൽനോട്ടത്തിനും അദ്ദേഹം അല്ലെങ്കിൽ അവൾ അല്ലെ ഹി ഓർ ഷീ ആവാം അവർ ഉത്തരവാദിയായിരിക്കും. ഓക്കെ ആണോ? ആശുപത്രിയിലെ വിവിധ വകുപ്പുകളുടെ നഴ്സിംഗ് സേവനങ്ങളുടെ നടത്തിപ്പിനും മേൽനോട്ടം വഹിക്കുന്നതിനും നമ്മുടെ നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ഉത്തരവാദി റെസ്പോൺസിബിൾ ആയിരിക്കും. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ഇൻ ഓൾ ഏരിയാസ് ഓഫ് ദി നഴ്സിംഗ് ആക്ടിവിറ്റി ഹി ഓർ ഷീ വിൽ ഹെൽപ്പ് ദ നഴ്സിംഗ് ഡയറക്ടർ അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലിലെ ഈ എല്ലാ ഏരിയാസിലും നമ്മുടെ നഴ്സിംഗ് ഡയറക്ടറെ ഹെൽപ്പ് ചെയ്യുന്ന പ്രവർത്തനം നടത്തുന്നതാരാ? നമ്മൾ പറഞ്ഞു അല്ലെ നഴ്സിംഗ് ഡയറക്ടർ കഴിഞ്ഞാല് ആളുടെ അണ്ടറിൽ ആരാണ്? സൂപ്പറിൻറ്റൻഡന്റ് ആണ് അല്ലെ, നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ആണ് അല്ലെ. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിലെ എല്ലാ ഏരിയാസിലും നഴ്സിംഗ് ഡയറക്ടറുടെ പ്രവർത്തനങ്ങളില് അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മുടെ നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ആണ്. ഓക്കെ ആണോ? നഴ്സിംഗ് ഡയറക്ടറിലെ എല്ലാ ഏരിയാസിലെയും നഴ്സിംഗ് ഡയറക്ടറുടെ പ്രവർത്തനങ്ങളിൽ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതും നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. നെക്സ്റ്റ് പറയുന്നത് ആൻഡ് ആക്ട് ആസ് ഡയറക്ടർ ഇൻ ദ ആബ്സെൻസ് ഓഫ് ദി നഴ്സിംഗ് ഡയറക്ടർ അല്ലെ. നമ്മുടെ നഴ്സിംഗ് ഡയറക്ടറിന്റെ അഭാവത്തിൽ ആള് ലീവ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ആൾ ഇല്ലെങ്കിൽ ആ ഒരു നഴ്സിംഗ് ഡയറക്ടറിന്റെ പദവി
ആ ഒരു അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൈകാര്യം ചെയ്യേണ്ടത് നമ്മുടെ നഴ്സിംഗ് സൂപ്പർഇൻറ്റൻഡന്റ് ആണ്. നഴ്സിംഗ് ഡയറക്ടറുടെ അഭാവത്തില് നമ്മുടെ നഴ്സിംഗ് സൂപ്പർഇൻറ്റൻഡന്റ് നഴ്സിംഗ് ഡയറക്ടറായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഓക്കെയാണോ അത്? നെക്സ്റ്റ് പറയുന്നത് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അല്ലെ. നമ്മുടെ നഴ്സിംഗ് സൂപ്പർഇൻറ്റൻഡന്റിന്റെ കടമകളും ഉത്തരവാദിത്തങ്ങളും എന്താണ്? ഈ ഓർ ഷീ വിൽ ഹെൽപ്പ് ദ നഴ്സിംഗ് ഡയറക്ടർ ഇൻ ഹിസ് വർക്ക്. നമ്മൾ നേരത്തെ മോളിൽ പറഞ്ഞു അല്ലെ, നമ്മുടെ നഴ്സിംഗ് ഡയറക്ടറില് അവരുടെ പ്രവർത്തനങ്ങളിൽ സഹായിക്കുക അല്ലെ, അസിസ്റ്റ് ചെയ്യുക. ഓക്കെ ആണോ? നഴ്സിംഗ് ഡയറക്ടറുടെ പ്രവർത്തനങ്ങളില് നമ്മുടെ നഴ്സിംഗ് സൂപ്പർഇൻറ്റൻഡന്റ് അസിസ്റ്റ് ചെയ്യുന്നു അല്ലെ, സഹായിക്കുന്നു. അക്കൗണ്ടബിൾ ഫോർ മാസ്റ്റർ റൊട്ടേഷൻ ഓഫ് നഴ്സസ് അല്ലെ. മാസ്റ്റർ റൊട്ടേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിൽ നമ്മുടെ ഹെൽത്ത് കെയർ സെറ്റിംഗ്സില് വ്യത്യസ്ത മേഖലകളിലോ അല്ലെങ്കിൽ യൂണിറ്റിലോ നമ്മുടെ നഴ്സുമാരെ ഡ്യൂട്ടിക്ക് ഇടണം അല്ലെ. എല്ലാ നഴ്സുമാരും ഒരു യൂണിറ്റ്സിൽ അല്ലെങ്കിൽ ഒരു ഏരിയയിലാണോ ഡ്യൂട്ടിക്കുള്ളത്? ചിലർ ഇൻപേഷ്യന്റിലുണ്ട്, ചിലർ ഔട്ട് പേഷ്യന്റിലുണ്ട്, ചിലർ വാർഡിലുണ്ട്, ചിലർ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലുണ്ട്, ചിലർ ഓപ്പറേഷൻ തിയേറ്റേഴ്സിലുണ്ട്, ചിലർ ICUലുണ്ട്, ചിലർ അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയാസിലുണ്ട്. ഉണ്ടോ? 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 ഇല്ലേ? ഉണ്ട് അല്ലെ. അപ്പൊ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിൽ നമ്മുടെ ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് വിവിധ വകുപ്പുകളിലോ അല്ലെങ്കിൽ വിവിധ യൂണിറ്റിലോ എന്താണ് നഴ്സുമാരെ നിയമിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? നമ്മുടെ നഴ്സിംഗ് സൂപ്പർഇൻറ്റൻഡന്റിനാണ്. ഓക്കെ ആണോ അത്? നെക്സ്റ്റ് പറയുന്നത് check and confirm the duty roster of staff nurses prepared by nursing in charge അല്ലെ. എന്താണ്? നമ്മുടെ നഴ്സിംഗ് ഇൻചാർജ് തയ്യാറാക്കിയ സ്റ്റാഫ് നഴ്സുമാരുടെ ഡ്യൂട്ടി ടൈം പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതും നമ്മുടെ നഴ്സിംഗ് സൂപ്പർഇൻറ്റൻഡന്റ് ആണ് അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലിലെ നഴ്സുമാർക്ക് ഡ്യൂട്ടി ടൈം ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഡേ ടൈം ഉണ്ട്, നൈറ്റ് ഉണ്ട് ഇല്ലേ, ഷിഫ്റ്റ് പ്ലാൻ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഡ്യൂട്ടി ടൈം ഇപ്പൊ നമ്മുടെ നഴ്സിംഗ് ഇൻചാർജ് ഇട്ടിരിക്കുന്ന ആ ഒരു ഡ്യൂട്ടി ടൈം, നഴ്സുമാരുടെ ഡ്യൂട്ടി ടൈം പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ നഴ്സിംഗ് സൂപ്പർഇൻറ്റൻഡന്റ് ആണ്. നെക്സ്റ്റ് പറയുന്നത് അക്കൗണ്ടബിൾ ടു റിസീവ് റിപ്പോർട്ട് ഫ്രം ദ നൈറ്റ് സൂപ്പർവൈസർ അല്ലെ. എന്താണ്? നമ്മുടെ രാത്രിയിലത്തെ അല്ലെ, നൈറ്റിലെ സൂപ്പർവൈസറിൽ നിന്ന് റിപ്പോർട്ട് സ്വീകരിക്കുക അല്ലെ. രാത്രിയിൽ ആ ഹോസ്പിറ്റലിൽ പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നഴ്സിംഗ് കെയറുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള റിപ്പോർട്ട് സ്വീകരിക്കുക. നെക്സ്റ്റ് ഓർഗനൈസ് ദ സ്റ്റാഫ് മീറ്റിംഗ് റെഗുലർലി അല്ലേ. എന്താണ്? നമ്മുടെ ഹോസ്പിറ്റലില് സ്റ്റാഫ് നഴ്സുമാരുടെ സ്റ്റാഫ് മീറ്റിംഗ് റെഗുലർ ആയിട്ട് സംഘടിപ്പിക്കുക, ഓർഗനൈസ് ചെയ്യുക. കീപ് ദ റെക്കോർഡ് ഓഫ് സ്റ്റാഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ കണക്റ്റഡ് വിത്ത് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം അല്ലെ. എന്താണ്? എഡ്യൂക്കേഷണൽ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നഴ്സുമാരുടെ റെക്കോർഡ് സൂക്ഷിക്കുക അല്ലെ. അവർക്ക് എത്ര ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, അവർക്ക് ഏതൊക്കെ രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ ലഭിച്ചിട്ടുണ്ട്, അവർക്ക് എന്തൊക്കെ രീതിയിലുള്ള പ്രതിരോധ കുത്തിവെപ്പുകൾ ലഭിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള എല്ലാ ഓരോ സ്റ്റാഫ് നഴ്സുമാരെ സംബന്ധിച്ചിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാസ് സൂക്ഷിക്കുക അല്ലെ. ഇപ്പൊ എല്ലാവർക്കും ഒരേപോലത്തുള്ള എഡ്യൂക്കേഷനും എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും ഒക്കെ ആയിരിക്കോ? ട്രെയിനിങ് കിട്ടിയിരിക്കുന്നത് ഒരേപോലെ ആയിരിക്കോ? അല്ല അല്ലെ. അപ്പൊ എന്താണ്? ഓരോ നഴ്സുമാരെ ബന്ധപ്പെട്ട് ഒരുപാട് എഡ്യൂക്കേഷൻ, അവരുടെ എഡ്യൂക്കേഷൻ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ഉണ്ടാവാം അല്ലെ. അവർക്ക് കിട്ടിയ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് അവരുടെ എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വിവരങ്ങൾ സൂക്ഷിക്കുക. ഓക്കെ ആണോ? ഇതിന്റെയൊക്കെ ബേസിസിലാണ് അല്ലെ അവർക്ക് ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നത്, സ്റ്റാഫ് ഡെവലപ്മെന്റിനുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നത് അല്ലെ. ആണോ? നെക്സ്റ്റ് പറയുന്നത് സൂപ്പർവൈസ് നീറ്റ്നെസ് ഓഫ് ദി വാർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് നഴ്സിംഗ് ചാർജ് അല്ലെ. ആ വാർഡിലെ നഴ്സിംഗ് ഇൻചാർജ് ആരാണോ ആളുടെ സഹായത്തോട് കൂടി നമ്മുടെ വാർഡിലെ നീറ്റ്നെസ് അല്ലെ, വൃത്തി
എന്താണ് സൂപ്പർവൈസ് ചെയ്യുക അല്ലെ. നെക്സ്റ്റ് പറയുന്നത് അറേഞ്ച് ആൻഡ് പ്ലാൻ. എന്താണ് വാർഡിൽ ഒരുപാട് ഏരിയാസ് ഉണ്ട്. നമ്മൾ വാർഡ് പഠിച്ചല്ലോ. പേഷ്യൻസ് ഏരിയാസ് ഉണ്ട്, നഴ്സസ് ഏരിയാസ് ഉണ്ട് അല്ലെ. മറന്നുപോയാ? അപ്പൊ എന്താണ് നമ്മുടെ വാർഡിലെ നഴ്സിംഗ് ഇൻചാർജ് ആരാണോ അവരുടെ സഹായത്തോടെ വാർഡിലെ നീറ്റ്നെസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുക. നെക്സ്റ്റ് പറയുന്നത് അറേഞ്ച് ആൻഡ് പ്ലാൻ നഴ്സിംഗ് കെയർ ആക്ടിവിറ്റീസ് ഓഫ് ദ വാർഡ് ആസ് പെർ ഹോസ്പിറ്റൽ പോളിസീസ് ആൻഡ് സർവീസസ് അല്ലെ. നമ്മൾ ഹോസ്പിറ്റൽ വാർഡ് പഠിച്ചു. എന്താണ് വാർഡിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും? വാർഡിലെ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിലെ പോളിസികൾക്കും അതനുസരിച്ചായിരിക്കും എന്ന് പറഞ്ഞു അല്ലെ. പ്രൊസീജിയറിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും എന്നല്ലേ. അപ്പൊ എന്താണ് ആ വാർഡിലെ പ്രവർത്തനങ്ങള് ഹോസ്പിറ്റലിന്റെ പോളിസികൾക്കും നയങ്ങൾക്കും സേവനങ്ങൾക്കും അനുസരിച്ച് വാർഡിലെ പ്രവർത്തനങ്ങൾ അറേഞ്ച് ചെയ്യുകയും അതിനു വേണ്ട ആസൂത്രണം ചെയ്യുകയും ചെയ്യുക. ഓക്കെ ആണോ? നമ്മുടെ ഹോസ്പിറ്റൽ പോളിസികൾക്ക് അനുസൃതമായി അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സർവീസുകൾക്ക് അനുസൃതമായി വാർഡിലെ പ്രവർത്തനങ്ങള് ക്രമീകരിക്കുകയും അതിനുവേണ്ട ആസൂത്രണം ചെയ്യുകയും ചെയ്യുക. നെക്സ്റ്റ് ഒരു കാര്യം കൂടി, ഒരു 6 മിനിറ്റ്, ഇപ്പൊ 34 ആയിട്ടുള്ളൂ. നിങ്ങൾ ഒരു 6 മിനിറ്റ് ബ്രേക്ക് എടുത്തോ. നെക്സ്റ്റ് മിസ് തന്നെയാണ് കേട്ടോ. നമുക്ക് ഈ ചാപ്റ്ററിന് കംപ്ലീറ്റ് ചെയ്യാം. ഇനി ഒരു കുറച്ചും കൂടി ഉള്ളൂ കേട്ടോ. ഇപ്പൊ എടുത്ത പോലെ തന്നെ സിമ്പിൾ ആണ്, ആരും പോവരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇനി റിവിഷൻ വേണ്ടേ? മിസ് എടുത്ത വന്ദന മിസ്സിന്റെ റിവിഷൻ കിട്ടിയില്ലേ? അപ്പൊ മിസ് എടുത്ത ഭാഗത്ത് റിവിഷൻ വേണ്ടേ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ മിസ് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം മിസ്സിന് ഒരു ക്ലാസ് റിവിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ നമുക്ക് കുഴപ്പമില്ലല്ലോ, ബോറടിക്കുന്നില്ലല്ലോ. അപ്പം നിങ്ങൾ പോയി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് ഒന്ന് റിലാക്സ് ചെയ്തിട്ടൊക്കെ വാട്ടോ. 11:40 ആവുമ്പോൾ മിസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ.
ഓക്കെ, തുടങ്ങാം നമുക്ക്. തുടങ്ങാലോ. ഓക്കെ, നെക്സ്റ്റ് നഴ്സിംഗ് സൂപ്പർവൈസർ അല്ലെ. നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ഓക്കെ അല്ലേ? എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. Next, nursing supervisor. Nursing supervisor is considered as nursing executive. അല്ലെ, നമ്മുടെ nursing supervisor നമ്മ ആരായിട്ട് കണക്കാക്കുന്നു? nursing executive ആയി കണക്കാക്കുന്നു അല്ലെ, നമ്മുടെ ബാക്കിയുള്ളവരുടെ ഹെഡ് ആയിട്ട് അല്ലെ nursing supervisor കണക്കാക്കുന്നു. And is part of the leadership team. പിന്നെ കൂടാതെ നമ്മുടെ ആ ഒരു ലീഡർഷിപ്പ് ടീമിന്റെ ഒരു ആളായിട്ടും ഭാഗമായിട്ടും നമ്മുടെ നഴ്സിംഗ് സൂപ്പർവൈസറെ കണക്കാക്കുന്നു. നമ്മ ഫസ്റ്റ് തന്നെ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു അല്ലെ. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ലീഡർഷിപ്പ് പൊസിഷൻ ആണെന്ന് പറഞ്ഞ് പഠിച്ചു അല്ലെ. ഓർമ്മയുണ്ടോ? ഫസ്റ്റ് എടുക്കാം അല്ലേ. Nursing administration is a leadership position in a specific healthcare environment. അല്ലെ, ഒരു പ്രത്യേക ആരോഗ്യ സംരക്ഷണ പരിസ്ഥിതിയിലെ എൻവയോൺമെന്റിലെ ഒരു നേതൃത്വ സ്ഥാനമാണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ അല്ലെ. അപ്പൊ ഈ ഒരു ലീഡർഷിപ്പിന്റെ ഒരു ഭാഗമായിട്ട് നമ്മ ആരെ കണക്കാക്കുന്നു? നഴ്സിംഗ് സൂപ്പർവൈസറെ കണക്കാക്കുന്നു. ഓക്കെ ആണോ? Next, and is considered a nursing executive. നേരത്തെ പറഞ്ഞ തന്നെ നഴ്സിംഗ് സൂപ്പർവൈസറെ നമ്മ നഴ്സിംഗ് എക്സിക്യൂട്ടീവ് ആയും കണക്കാക്കുന്നു. There is nursing supervisor around the clock അല്ലെ. നമുക്ക് നഴ്സിംഗ് സൂപ്പർവൈസറുടെ അവൈലബിലിറ്റി ലഭ്യത ഒരു ഹോസ്പിറ്റലില് 24 മണിക്കൂറും 24 hours ലഭ്യമായിരിക്കും. ഓക്കെ ആണോ? നഴ്സിംഗ് സൂപ്പർവൈസറെ ഒരു ഹോസ്പിറ്റലില് 24 മണിക്കൂറും ലഭ്യമായിരിക്കണം. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് നഴ്സിംഗ് സൂപ്പർവൈസർ ഷുഡ് allows ready to attend patient either in person or by way of consultation in an on-call capacity. നമ്മുടെ നഴ്സിംഗ് സൂപ്പർവൈസറെ എല്ലായ്പ്പോഴും നമ്മുടെ നഴ്സിംഗ് പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യാനായിട്ട് അല്ലെ എപ്പോഴും ഏത് സമയത്തും ആള് റെഡി ആയിരിക്കണം, സന്നദ്ധനായിരിക്കണം. ഐദർ ഇൻ പേഴ്സൺ, ചിലപ്പോ ഒരു പേഴ്സൺ ഇപ്പൊ ഒരാള് വന്നിട്ട് ഇന്ന പേഷ്യന്റിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട്, ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന് ഒരു നേഴ്സ് വന്ന് പറയുമ്പോഴോ, അതല്ലെങ്കിൽ ഓൺ കോൾ കപ്പാസിറ്റി. ഓൺ കോൾ കപ്പാസിറ്റി എന്ന് പറഞ്ഞാല് ഇപ്പൊ ആ ഒരു നഴ്സിംഗ് സൂപ്പർവൈസർ ഡ്യൂട്ടിയിൽ ഇല്ലെങ്കിൽ പോലും ഒരൊറ്റ കോള് കൊണ്ട് ഡ്യൂട്ടിക്ക് കയറാൻ സന്നദ്ധനായിരിക്കില്ലേ? ചില സമയത്ത് ചിലപ്പോ അവര് ഓഫ് എടുക്കേ അല്ലെങ്കിൽ അവര് ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ട് ആള് ഇല്ലെങ്കിലും പക്ഷെ എന്താണ് ഒരൊറ്റ കോളില് എന്താണ് ഡ്യൂട്ടിക്ക് കയറാൻ സന്നദ്ധനായിരിക്കണം നമ്മുടെ നഴ്സിംഗ് സൂപ്പർവൈസർ. ഓക്കെ ആണോ? ഓൺ കോൾ കപ്പാസിറ്റി. ഓൺ കോൾ കപ്പാസിറ്റി എന്ന് പറഞ്ഞാല് അറ്റ് ദ പ്രസന്റ് ആ ഒരു സൂപ്പർവൈസർ ഡ്യൂട്ടിയിൽ ഇല്ലെങ്കിൽ പോലും ഒരൊറ്റ കോളില് ഡ്യൂട്ടിയിൽ കയറാൻ തയ്യാറായിട്ടായിരിക്കണം നഴ്സിംഗ് സൂപ്പർവൈസർ ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ ആണോ? അപ്പൊ അങ്ങനെ ഓൺ കോളിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലില് ഡ്യൂട്ടിക്കുള്ള സമയത്ത് തന്നെ നമ്മുടെ നഴ്സിംഗ് സൂപ്പർവൈസർ ഏത് സമയത്തും നമ്മുടെ പേഷ്യന്റ് കെയർ കൊടുക്കാനായിട്ട് അല്ലെ പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കണം. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ഓവർസീ ദ നഴ്സിംഗ് സൂപ്പർവൈസർ അല്ലെ. നഴ്സിംഗ് സൂപ്പർവൈസറിനെ ആരാണ് സൂപ്പർവൈസ് ചെയ്യുന്നത്, ഓവർസീ ചെയ്യുന്നത്? നമ്മുടെ നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ആണ് നഴ്സിംഗ് സൂപ്പർവൈസറെ മേൽനോട്ടം വഹിക്കുന്നത്. ഓക്കെ ആണോ? നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആയിരിക്കും നഴ്സിംഗ് സൂപ്പർവൈസറെ മേൽനോട്ടം വഹിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ നഴ്സിംഗ് സൂപ്പർവൈസറുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും അല്ലെ, കടമകളും ഉത്തരവാദിത്തങ്ങളും. ടു സെലക്ട്, ഓറിയന്റ്, ട്രെയിൻ,
assign scheduled coaching, counseling and discipline employees. എല്ലാ എംപ്ലോയീസുമായി ബന്ധപ്പെട്ട് നഴ്സിംഗ് എംപ്ലോയീസുമായി ബന്ധപ്പെട്ട് അവരെ സെലക്ട് ചെയ്യുക അല്ലെ. അവരാരൊക്കെയാണ് നമ്മൾ പറഞ്ഞു. നഴ്സിംഗ് സൂപ്പർവൈസർ ആരാണെന്ന് പറഞ്ഞു? ലീഡർഷിപ്പിന്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞു അല്ലെ. നേതൃത്വ സ്ഥാനത്തിന്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ നഴ്സിംഗ് സ്റ്റാഫുകളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതും ഈ ലീഡർഷിപ്പിന്റെ ഭാഗമല്ലേ, അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഭാഗമാണ് അല്ലെ. അവരെ സെലക്ട് ചെയ്യുക, അവരെ ക്രമപ്പെടുത്തുക, അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ കൊടുക്കുക, അവർക്ക് വേണ്ട ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുക അല്ലെ. ഏതൊക്കെ ഡ്യൂട്ടീസ് ആണ് ഓരോ നഴ്സുമാരും ചെയ്യേണ്ടത് അല്ലെ, അത് അസൈൻ ചെയ്ത് കൊടുക്കുക, അവർക്ക് വേണ്ട കോച്ചിങ്ങുകൾ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക, നമ്മുടെ സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കുക, സ്റ്റാഫുകളുടെ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മേൽനോട്ടം വഹിക്കേണ്ടതും നമ്മുടെ നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. ഓക്കെയാണോ? നമ്മുടെ നഴ്സുമാരെ തിരഞ്ഞെടുക്കുന്നതും അവരെ ക്രമപ്പെടുത്തുന്നതും അവരെ ഏതൊക്കെ പൊസിഷനിലേക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, അവരെ ഏതൊക്കെ സെക്ഷനിലേക്കാണ് നമുക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഓറിയന്റ് ചെയ്യേണ്ടതും അവർക്ക് കൊടുത്ത ജോലിക്ക് അനുസരിച്ച് അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ കൊടുക്കേണ്ടതും അവരെ അസൈൻ ചെയ്യേണ്ടത് അല്ലെ നിയോഗിക്കേണ്ടതും അവർക്ക് ആവശ്യമായിട്ടുള്ള കോച്ചിങ്ങുകൾ ഷെഡ്യൂൾ ചെയ്യേണ്ടതും അവർക്ക് വേണ്ട കൗൺസിലിംഗ് കൊടുക്കേണ്ടതും എംപ്ലോയീസിന്റെ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തേണ്ടതും നമ്മുടെ നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. ഓക്കെയാണോ? ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് meet operational standards by donating information to strategic plan and procedures അല്ലെ. എന്താണ്? തന്ത്രപരമായിട്ടുള്ള പദ്ധതികൾക്കും നടപടിക്രമങ്ങൾക്കും വിവരങ്ങൾ സംഭാവന ചെയ്തുകൊണ്ട് പ്രവർത്തന മാനദണ്ഡങ്ങൾ പാലിക്കുക അല്ലെ. എന്താണ്? നമ്മുടെ ഹോസ്പിറ്റലിലെ ഓരോ പ്രവർത്തനങ്ങളിലും ഓരോ ഏരിയാസിലും ഓരോ യൂണിറ്റ്സിലും ഒരുപാട് സ്റ്റാൻഡേർഡുകൾ പാലിക്കേണ്ടതുണ്ട് അല്ലെ. മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതില്ലേ? നോ. അപ്പൊ ആ സ്റ്റാൻഡേർഡുകൾ മീറ്റ് ഓപ്പറേഷണൽ സ്റ്റാൻഡേർഡ് അല്ലെ, ആ പ്രവർത്തന മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന് വേണ്ടി ഇൻഫർമേഷൻ സ്ട്രാറ്റജിക് പ്ലാനുകൾ അല്ലെ, തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങള് ആസൂത്രണം ചെയ്യേണ്ടതും അതിനുവേണ്ട നടപടിക്രമങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത് നമ്മുടെ നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. തന്ത്രപരമായിട്ടുള്ള പദ്ധതികൾക്കും നടപടിക്രമങ്ങൾക്കും വിവരങ്ങൾ സംഭാവന ചെയ്യുന്നത് അല്ലെ. ഏതൊക്കെ രീതിയിലുള്ള സ്ട്രാറ്റജി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ യൂണിറ്റിലെ പ്രവർത്തനങ്ങൾ നമ്മുടെ കൂടുതൽ എഫക്റ്റീവ് ആവാം അല്ലെങ്കിൽ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള വിവരങ്ങൾ കൈമാറുന്നത് നമ്മുടെ നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. നെക്സ്റ്റ് പറയുന്നത് മെയിൻറ്റെയിനിങ് നഴ്സിംഗ് പ്രിൻസിപ്പിൾ ആൻഡ് റൈറ്റ് നോംസ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അല്ലെ. എന്താണ്? നമ്മുടെ നഴ്സിംഗ് പ്രിൻസിപ്പിൾ, നഴ്സുമാരുടെ തത്വങ്ങൾ, നഴ്സിംഗ് പ്രിൻസിപ്പിൾസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും നിലനിർത്തേണ്ടതും അവർക്ക് ആവശ്യമായിട്ടുള്ള നോംസുകൾ അല്ലെ, മാനദണ്ഡങ്ങള്, നയങ്ങള്, നടപടിക്രമങ്ങള് റൈറ്റ് ചെയ്യേണ്ടത്, എഴുതേണ്ടതും നമ്മുടെ നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. നമ്മ പറഞ്ഞു വാർഡില്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ഒക്കെ എന്തുണ്ട്? ഓരോ പോളിസികളും നോംസും പ്രൊസീജിയേഴ്സ് ഉണ്ട് അല്ലെ. പറഞ്ഞോ? ആക്സിഡന്റ് പഠിച്ചപ്പോ മിസ് പറഞ്ഞു, വാർഡ് പഠിപ്പിച്ചപ്പോ പഠിച്ചു അല്ലേ? എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിലും അവിടുത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നയങ്ങളും നടപടിക്രമങ്ങളും ഉണ്ടോ, മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള നോംസ്, പോളിസി, പ്രൊസീജിയറൊക്കെ എഴുതേണ്ടത് ആരാണ്? നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. ഓക്കെയാണോ? നഴ്സിംഗ് പ്രിൻസിപ്പിൾസ് അല്ലെ, നഴ്സിംഗ് തത്വങ്ങള് നിലനിർത്തേണ്ടതും ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ആവശ്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ അല്ലെ, നോംസുകള്, നയങ്ങള്, പ്രൊസീജിയേഴ്സ് ഒക്കെ എഴുതേണ്ടതും നമ്മുടെ നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. നെക്സ്റ്റ് ഐഡന്റിഫൈ പേഷ്യന്റ് സർവീസ് നീഡ് ബൈ എസ്റ്റാബ്ലിഷിംഗ് പേഴ്സണൽ റിലേഷൻഷിപ്പ് അല്ലെ.
നമ്മുടെ പേഷ്യന്റുമായിട്ട് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ്, വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ പേഷ്യന്റ് സർവീസിലെ രോഗി സേവനങ്ങളിലെ ആവശ്യകതകൾ മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് കൂടുതലും പേഷ്യന്റുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയാണ് അല്ലെ, ഉണ്ടാക്കിയാലാണ് അവർ പറയുള്ളൂ അല്ലെ നമ്മുടെ ഹോസ്പിറ്റലിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തേണ്ടതുണ്ട്, എന്തൊക്കെ കൂടുതൽ ഫെസിലിറ്റീസ് ആഡ് ചെയ്യേണ്ടതുണ്ട്, ഏതൊക്കെ ഭാഗത്ത് ഇംപ്രൂവ്മെന്റ് നടത്തേണ്ടതുണ്ടെന്ന് പറയും അല്ലെ. ആണോ? പേഷ്യന്റ് സ്വയം പറയില്ലേ? ഫീഡ്ബാക്ക് എടുക്കാം അല്ലെ പേഷ്യന്റിൽ നിന്ന്. ആണോ? ആണോ? ആണ് അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ നഴ്സിംഗ് സൂപ്പർവൈസർ പേഷ്യന്റുമായിട്ട് ഒരു വ്യക്തിഗത ബന്ധം, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് സ്ഥാപിച്ച് പേഷ്യന്റിൽ നിന്ന് എന്താണ് നമ്മുടെ രോഗി സേവനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യകതകൾ തിരിച്ചറിയുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് provide information needed to patients and health care team. അല്ലെ, എന്താണ് രോഗികൾക്കും ആരോഗ്യ സംരക്ഷണ സംഘത്തിനും ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുക അല്ലെ. പേഷ്യന്റിന് എന്താണ് അവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റീസുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇൻഫർമേഷൻസ് ആവശ്യമായിട്ട് വരും അല്ലെ. അതേപോലെ നമ്മുടെ ഹെൽത്ത് കെയർ ടീമിന് രോഗിയെ കുറിച്ച് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസും കൈമാറുക. ഓക്കെ ആണോ? Provide information needed to patients and health care team. പേഷ്യന്റിനും ഹെൽത്ത് കെയർ ടീമിനും ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ കൈമാറും. പേഷ്യന്റിന് എന്തിനെ കുറിച്ചായിരിക്കും? ഇപ്പൊ നമ്മൊരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ പേഷ്യന്റ് ആയ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചായിരിക്കും ഇൻഫർമേഷൻ വേണ്ടത്? നമ്മളുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇൻഫർമേഷൻസ് വേണം അല്ലെ. വേണോ? വേണ്ടേ? നമുക്ക് ചെയ്ത ലാബ് ടെസ്റ്റുകളെ കുറിച്ച്, പ്രൊസീജിയേഴ്സിനെ കുറിച്ച്, നമുക്ക് ഏതൊക്കെ മരുന്നുകൾ തന്നിട്ടുണ്ട് അല്ലെ. ആണോ? അപ്പൊ അങ്ങനെ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസും അതേപോലെ എന്താണ് പേഷ്യന്റിനെ കുറിച്ച് നമ്മുടെ ഹെൽത്ത് കെയർ ടീമിനും ആവശ്യമാണ് അല്ലെ ഇൻഫർമേഷൻസ്. ഓരോന്നിന്റെയും റിസൾട്ട് എന്താണ് അല്ലെ, അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി എന്താണ്, പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണ് അല്ലെ, ഡോക്ടേഴ്സിനൊക്കെ അറിയണ്ടേ. അപ്പൊ അങ്ങനെയുള്ള വിവരങ്ങള് കൈമാറുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് മെയിൻറ്റെയിൻ ഡോക്യുമെന്റേഷൻ ഓഫ് പേഷ്യന്റ് കെയർ സർവീസസ് അല്ലെ. എന്താണ്? രോഗി പരിചരണ സേവനത്തിന്റെ രേഖകൾ സൂക്ഷിക്കുക അല്ലെ. നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഓരോ രോഗിയെ കുറിച്ചും അവർക്ക് കൊടുത്തിട്ടുള്ള സേവനങ്ങളെ കുറിച്ച്, അവർക്ക് കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെന്റുകളെ കുറിച്ചൊക്കെ എന്തുണ്ട്? രേഖകൾ സൂക്ഷിക്കുന്നുണ്ട് അല്ലെ. ഹെൽത്ത് റെക്കോർഡ്സുകള് രേഖകൾ സൂക്ഷിക്കുന്നുണ്ടോ? പേഷ്യന്റ് കെയർ സർവീസസ് അല്ലെ, രോഗി പരിചരണ സേവനത്തിന്റെ രേഖകള് സൂക്ഷിക്കുക. നെക്സ്റ്റ് കൺഫേം ഓപ്പറേഷൻ ഓഫ് മെഡിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്യുപ്മെന്റ് ആൻഡ് വെരിഫൈ എമർജൻസി എക്യുപ്മെന്റ് അവൈലബിലിറ്റി. എന്താണ്? മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ഉപകരണങ്ങളുടെ പ്രവർത്തനങ്ങള് സ്ഥിരീകരിക്കുകയും അടിയന്തര ഉപകരണങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുകയും ചെയ്താല്. എന്താണ്? നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിലും പലതരത്തിലുള്ള മെഡിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്യുപ്മെന്റ് ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെ. പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യാനായിട്ട് അല്ലെ, പേഷ്യൻസ് മോണിറ്ററിങ്, അല്ലെങ്കിൽ അവർക്ക് നെബുലൈസ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് ഡ്രിപ്പ് ഇടാം. ആണോ? കാർഡിയാക് മോണിറ്റർ, BP നോക്കാൻ BP അപ്പാരറ്റസ് അല്ലെ. അങ്ങനെ ഒരുപാട് എക്യുപ്മെന്റുകൾ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്യുപ്മെന്റുകളൊക്കെ ആവശ്യമായി വരുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എക്യുപ്മെന്റുകളുടെ ഓപ്പറേഷൻസ് അല്ലെ, എന്താണ് പ്രവർത്തനങ്ങള് പരിശോധിക്കുകയും പിന്നെന്താണ് നമുക്ക് എമർജൻസി എക്യുപ്മെന്റുകൾ അവൈലബിൾ ആണോ, ലഭ്യമാണോ എന്നുള്ള കാര്യങ്ങള് വെരിഫൈ ചെയ്യുകയും പരിശോധിക്കുകയും ചെയ്യുക. മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ഉപകരണങ്ങളുടെ
പ്രവർത്തനം എല്ലാം നല്ല വർക്കിംഗ് കണ്ടീഷനിലാണോ, പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയും നമ്മുടെ എമർജൻസി എക്യുപ്മെന്റുകൾ ലഭ്യമാണോ എന്നുള്ള കാര്യം പരിശോധിക്കുകയും ചെയ്യുക. ഓക്കെയാണോ അത്? കൺഫ്യൂഷൻ വരുന്നുണ്ട് അല്ലേ? മാറിപ്പോവോ? ഒരുപാട് ആളുകളുടെ ഡ്യൂട്ടീസ് ആവുമ്പോൾ നെക്സ്റ്റ് എടുക്കട്ടെ മിസ്സറിനെ? ഇതൊക്കെയാണോ? നെക്സ്റ്റ് നഴ്സിംഗ് ഇൻചാർജ് അല്ലെ. നഴ്സിംഗ് ഇൻചാർജിന്റെ ഡ്യൂട്ടി എന്താണ്, അല്ലെങ്കിൽ അത് ആരാണെന്നാണ് ആദ്യം പറയുന്നത്. It is the duty of nursing in charge to schedule and direct the nursing care in specific ward or unit during each assigned shift. അല്ലെ? എന്താണ് നഴ്സിംഗ് ഇൻചാർജ് എന്ന് പറയുന്നത്? എന്താണ്? ഷെഡ്യൂൾ ആൻഡ് ഡയറക്റ്റ് നഴ്സിംഗ് കെയർ ഇൻ സ്പെസിഫിക് വാർഡ് ഓർ യൂണിറ്റ് ഡ്യൂറിംഗ് ഈച്ച് അസൈൻഡ് ഷിഫ്റ്റ്. നമുക്കറിയാം ഹോസ്പിറ്റലിലെ ഡേ ഷിഫ്റ്റ് ഉണ്ട്, നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട് അല്ലെ? കേട്ടോ? അപ്പൊ ആ ഒരു ഷിഫ്റ്റ് ആ ഒരു വാർഡില് അല്ലെങ്കിൽ ഓരോ യൂണിറ്റിലും ഇങ്ങനെയുള്ള ഷിഫ്റ്റിനനുസരിച്ച് നഴ്സിംഗ് കെയർ ഷെഡ്യൂൾ ആർക്കൊക്കെ കൊടുക്കണം എന്നുള്ള കാര്യങ്ങള് ഷെഡ്യൂൾ ചെയ്യേണ്ടതും അത് നിയന്ത്രിക്കേണ്ട ഡയറക്റ്റ് നയിക്കേണ്ടതും നമ്മുടെ നഴ്സിംഗ് ഇൻചാർജ് ആണ് അല്ലെ? നമ്മുടെ താഴെയുള്ള നഴ്സിംഗ് സ്റ്റാഫ് നഴ്സുകൾക്ക് മുകളിൽ വരുന്നത് അല്ലെ? അപ്പൊ ഏതൊക്കെ സ്റ്റാഫ് നഴ്സുകളാണ് ഓരോ ഷിഫ്റ്റ് ഡ്യൂട്ടിയിലും വരേണ്ടത്, ഈവനിങ്ങിൽ ആര് വരണം, ഡേ ആര് വരണം എന്നുള്ള കാര്യങ്ങള് അസൈൻ ചെയ്യേണ്ടതും അവരുടെ പ്രവർത്തനങ്ങള് ഷെഡ്യൂൾ ചെയ്യേണ്ടതും അവരെ നയിക്കേണ്ടതും നമ്മുടെ നഴ്സിംഗ് ഇൻചാർജ് ആണ്. If there is any problem with the patient, it is the nursing in charge who contacts the patient first. അല്ലേ? എന്താണ്? എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ രോഗിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും ഇപ്പൊ വാർഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിറ്റിലോ നമ്മുടെ രോഗിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാല് ആദ്യം ആരെയാണ് ബന്ധപ്പെടേണ്ടത്? ആദ്യം ആരാണ് ആരോഗ്യവുമായി ബന്ധപ്പെടേണ്ടത്? നമ്മുടെ നഴ്സിംഗ് ഇൻചാർജ് ആണ്. ആദ്യം തന്നെ നമ്മുടെ നഴ്സിംഗ് ഡയറക്ടർ അല്ല, ആദ്യം നമ്മുടെ നഴ്സിംഗ് ഇൻചാർജ് ആണ് ആരോഗ്യവുമായി ബന്ധപ്പെടേണ്ടത്. ഓക്കെയാണോ? ഓരോ ഷിഫ്റ്റ് അല്ലെ, ഓരോ ഷിഫ്റ്റിലും ഓരോ പ്രത്യേക വാർഡിലോ അല്ലെങ്കിൽ യൂണിറ്റിലോ നഴ്സിംഗ് പരിചരണം അല്ലെ, ഏതൊക്കെ നഴ്സുമാരെയാണ് ഡ്യൂട്ടിക്ക് ഇടേണ്ടത് അല്ലെ, ഏതൊക്കെ നഴ്സുമാരുടെ പരിചരണമാണ് നൽകേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യുകയും അത് നയിക്കുകയും അത് കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. കൂടാതെ നമ്മുടെ രോഗിക്ക് ഇപ്പൊ വാർഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിറ്റിലോ നമ്മുടെ രോഗിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാല് ആദ്യം ബന്ധപ്പെടേണ്ടത് നമ്മുടെ നഴ്സിംഗ് ഇൻചാർജ് ആണ്. If the patient not satisfied with the hair thus response, ask to speak to the nursing supervisor. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി നമ്മുടെ നഴ്സിംഗ് ഇൻചാർജ് അവരുമായിട്ട് സംസാരിച്ച് ആ ഒരു പേഷ്യന്റിന് അവരുടെ ആ ഒരു റെസ്പോൺസില് നഴ്സിംഗ് ഇൻചാർജിന്റെ റെസ്പോൺസില് അവര് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ തൃപ്തരല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഒരു നഴ്സിംഗ് സൂപ്പർവൈസറുമായിട്ട് നമ്മുടെ നഴ്സിംഗ് ഇൻചാർജ് സംസാരിക്കുക. ഓക്കെ ആണോ? Ask to speak to the nursing supervisor. ഓക്കെ ആണോ? രോഗിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മുടെ നഴ്സിംഗ് ഇൻചാർജ് വന്ന് സംസാരിച്ചു, പക്ഷെ ആളെടുക്കുന്ന ആ ഒരു ഡിസിഷനില് അല്ലെങ്കിൽ ആളുടെ റെസ്പോൺസില് ആ രോഗി സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ നഴ്സിംഗ് ഇൻചാർജ് നഴ്സിംഗ് സൂപ്പർവൈസറെ വിവരം അറിയിച്ച് അവരുമായി സംസാരിക്കുക. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, നമ്മുടെ നഴ്സിംഗ് ഇൻചാർജിന്റെ കടമകളും
ഉത്തരവാദിത്തങ്ങളും എന്തൊക്കെയാണ്? ടു സൂപ്പർവൈസ് ആൻഡ് സപ്പോർട്ട് ഓൾ നഴ്സിംഗ് സ്റ്റാഫ് അല്ലെ, നമ്മുടെ എല്ലാ നഴ്സിംഗ് സ്റ്റാഫും നമ്മുടെ നഴ്സിംഗ് ഇൻചാർജുകളെ അണ്ടറിൽ വരുന്ന എല്ലാ നഴ്സിംഗ് സ്റ്റാഫുകളെയും മേൽനോട്ടം വഹിക്കുകയും സൂപ്പർവൈസ് ചെയ്യുകയും അവരെ സപ്പോർട്ട് ചെയ്യുക അല്ലെ, അവരുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ വർക്കുകൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് പിന്തുണ നൽകുകയും ചെയ്യുക. റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ഹൈ ലെവൽ പേഷ്യന്റ് സർവീസ് അല്ലെ, എന്താണ് നമ്മുടെ പേഷ്യൻസിന് ഉയർന്ന രീതിയിലുള്ള ഉയർന്ന തലത്തിലുള്ള രോഗീ സേവനങ്ങൾ നൽകാൻ സേവനങ്ങൾ നിലനിർത്താൻ നമ്മുടെ നഴ്സിംഗ് ഇൻചാർജ് റെസ്പോൺസിബിൾ ആണ് അല്ലെ, ഉത്തരവാദിത്തം. നമ്മുടെ നഴ്സിംഗ് ഇൻചാർജിന്റെ അണ്ടറിൽ വരുന്ന സ്റ്റാഫ് നഴ്സുമാർ എങ്ങനെയായിരിക്കണം? ഉയർന്ന ലെവലിലുള്ള അല്ലെ പേഷ്യന്റ് സേവനങ്ങൾ നൽകാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതും നമ്മുടെ നഴ്സിംഗ് സൂപ്പർവൈസർ നഴ്സിംഗ് ഇൻചാർജറുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ ആണോ? ാണോ? നമ്മുടെ രോഗിക്ക് എങ്ങനെയുള്ള പേഷ്യന്റ് കെയർ സർവീസ് ആണ് കൊടുക്കേണ്ടത്? താഴ്ന്ന ലെവലിലുള്ളതാണോ? ലോ ലെവലിലുള്ളതാണോ? നഴ്സുമാരിൽ നിന്ന് അല്ലെ, നമുക്ക് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടുത്തെ നഴ്സുമാരിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട സേവനം എങ്ങനെയാണ്? ഉയർന്ന ലെവലിൽ അല്ലെ, ഒരു എറേഴ്സ് ഇല്ലാണ്ട് ഒരു തെറ്റുകളില്ലാണ്ട് അല്ലെ നല്ല എഫിഷ്യന്റ് ആയ രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ പരിചരണങ്ങൾ ലഭിക്കണോ? വേണോ? വേണ്ടേ? വേണം അല്ലെ. അപ്പൊ ആ ഒരു ഉയർന്ന രോഗീ സേവനങ്ങള് നിലനിർത്തേണ്ടത് നമ്മുടെ വാർഡിലെ യൂണിറ്റ്സിലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഉയർന്ന തല രോഗീ പരിചരണ സേവനങ്ങള് നിലനിർത്തേണ്ടത് നമ്മുടെ നഴ്സിംഗ് ഇൻചാർജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. നെക്സ്റ്റ് പറയുന്നത് ടു പ്രിപ്പയർ മന്ത്ലി ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റിപ്പോർട്ട് സൂപ്പർവൈസർ അല്ലെ, ഓരോ മാസവും ആരൊക്കെ ആയിരിക്കണം ഡേക്ക് ഇടേണ്ടത്, ആരൊക്കെ നൈറ്റ് ഇടണം, അങ്ങനെയുള്ള കാര്യങ്ങള് മന്ത്ലി ഡ്യൂട്ടി റോസ്റ്റർ അല്ലെ, ഷിഫ്റ്റ് ടൈം ആർക്കൊക്കെ എപ്പോഴൊക്കെയാണ് ഇടേണ്ടത്, അങ്ങനെയുള്ള മന്ത്ലി ഡ്യൂട്ടി റോസ്റ്റർ തയ്യാറാക്കുകയും അത് നമ്മുടെ നഴ്സിംഗ് സൂപ്പർവൈസർക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് ടു മെയിൻറ്റെയിൻ വാർഡ് ഓപ്പറേഷൻസ് അല്ലെ, വാർഡിലെ പ്രവർത്തനങ്ങള് ഓപ്പറേഷൻസ് നിലനിർത്തുകയും നല്ല രീതിയിൽ അവിടുത്തെ പോളിസികൾക്കും പ്രൊസീജിയേഴ്സിനും ഒക്കെ മാനദണ്ഡങ്ങൾക്ക് അടിസ്ഥാനമാക്കി അവിടുത്തെ പ്രവർത്തനങ്ങള് നിലനിർത്തുക. നെക്സ്റ്റ് പറയുന്നത് ടു മെയിൻറ്റെയിൻ മെഡിക്കേഷൻസ് ആൻഡ് നർക്കോട്ടിക് റിപ്പോർട്ട്സുകൾ അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വാർഡുകളിൽ അല്ലെങ്കിൽ ആക്സിഡന്റ് ആൻഡ് എമർജൻസി അല്ലെങ്കിൽ എല്ലായിടത്തുമുള്ള മെഡിക്കേഷൻസിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ മെഡിക്കേഷൻസിനെ കുറിച്ചും നർക്കോട്ടിക് ഡ്രഗ്സുകൾ ഉണ്ട് അല്ലെ, നമ്മ പഠിച്ചല്ലോ ഫാർമസിയില നർക്കോട്ടിക് ഡ്രഗ്സ് അല്ലെ, അങ്ങനെയുള്ള നർക്കോട്ടിക് റിപ്പോർട്ട്സുകള് നിലനിർത്തുകയും ചെയ്യുക. ഓക്കെ ആണോ? വാർഡില് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ഓപ്പറേഷൻ തിയേറ്റേഴ്സില് അല്ലെ, അങ്ങനെയുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റിലുള്ള മെഡിക്കേഷൻസിനെ കുറിച്ച് അവിടുത്തെ നർക്കോട്ടിക്സിനെ കുറിച്ച് റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും അത് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുക. ഓക്കെ ആണോ? എന്താ മിണ്ടാത്തെ? ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് സ്റ്റാഫ് നേഴ്സ് അല്ലെ, നമ്മുടെ സ്റ്റാഫ് നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കിയേ, എന്താണെന്ന് നോക്കിയേ ആളുടെ ഡ്യൂട്ടീസ് ഒക്കെ. ഇറ്റ് ഈസ് ദ സ്റ്റാഫ് നേഴ്സ് who handle the largest segment of health care workers. എന്താണ്? ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ വിഭാഗം കൈകാര്യം ചെയ്യുന്നത് സ്റ്റാഫ് നേഴ്സസ് ആണ് അല്ലെ. ഇപ്പൊ നഴ്സിംഗ് ഇൻചാർജ്, നഴ്സിംഗ് സൂപ്പർവൈസർ, നഴ്സിംഗ് ഡയറക്ടർ ഒക്കെ ഒരുപാട് ഉണ്ടാവോ ഹോസ്പിറ്റലില്? കൂടുതൽ ആരാണ്? നമ്മുടെ സ്റ്റാഫ് നഴ്സുമാരാണ് അല്ലെ. ഓ ഇവർക്കൊക്കെ ഹെഡ് ആയിട്ടാണ് അല്ലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഇവർക്കുള്ള ഹെഡ് ആയിട്ടല്ലേ ഇവർ പ്രവർത്തിക്കുന്നത്. നഴ്സിംഗ് സൂപ്പർവൈസർ, നഴ്സിംഗ് ഇൻചാർജ് അല്ലെ. ആണോ?
കൂടുതൽ നമ്മുടെ സ്റ്റാഫ് നഴ്സുമാരില്ലേ എന്താണ് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാൽ നമ്മ അവിടെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് അല്ലേ? ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനാണ് നമ്മ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കുന്നത്. അപ്പൊ നമ്മ പഠിക്കുമ്പോൾ നമ്മ അങ്ങോട്ടൊന്ന് പോവാം, ഇമാജിൻ ചെയ്യാം. നമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കൂടുതലും നമ്മ ആരെയാണ് കാണുന്നത് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ? സ്റ്റാഫ് നഴ്സുമാരില്ലേ അല്ലേ? എല്ലായിടത്തും ഓടി നടന്ന് എല്ലായിടത്തെ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് സ്റ്റാഫ് നഴ്സുമാരല്ലേ? അപ്പൊ എന്താണ് ഹോസ്പിറ്റലിലെ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ വിഭാഗം അല്ലെ നഴ്സിംഗ് എന്നുള്ള ആ ഒരു വിഭാഗം കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ സ്റ്റാഫ് നഴ്സുമാരാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് സ്റ്റാഫ് നഴ്സ് മസ്റ്റ് ഹാവ് ബാച്ചുലർ ഡിഗ്രി ഓർ ഡിപ്ലോമ ഫ്രം റെക്കഗ്നൈസ്ഡ് നഴ്സിംഗ് പ്രോഗ്രാം അല്ലെ? നമ്മുടെ സ്റ്റാഫ് നഴ്സ് ഒന്നില്ലെങ്കിൽ ബാച്ചുലർ ഡിഗ്രി BSc പോലെയുള്ള ബാച്ചുലർ ഡിഗ്രിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നഴ്സിംഗ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ള ആളുകളോ ആയിരിക്കും. They spend a lot of their time providing direct patient care അല്ലെ? നമ്മുടെ ഈ സ്റ്റാഫ് നഴ്സുമാര് ഡയറക്റ്റ് പേഷ്യന്റ് കെയർ അല്ലെ? രോഗിയുടെ പ്രസൻസിൽ രോഗികൾക്ക് പരിചരണം കൊടുക്കുന്ന ആ ഒരു പേഷ്യന്റ് കെയറിൽ അവർ ഒരുപാട് സമയം ചെലവഴിക്കുന്നുണ്ട് അല്ലെ? ഇപ്പൊ വാർഡിലാണെങ്കിലും നമ്മ റൂംസിലാണെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ കാര്യങ്ങൾ തിരക്കി നമുക്കുള്ള മരുന്നുകളൊക്കെ എടുക്കുന്നത് ആരാ? ഈ സ്റ്റാഫ് നഴ്സുമാരാണ് അല്ലെ? ആണോ? അപ്പൊ എന്താണ് ഡയറക്റ്റ് പേഷ്യന്റ് കെയറിൽ ഒരുപാട് സമയം അല്ലെ? സ്പെൻഡ് എ ലോട്ട് ഓഫ് their time അവര് ഒരുപാട് സമയം ചെലവാക്കുന്നു. സ്റ്റാഫ് നഴ്സ് കണ്ടിന്യൂസ്ലി ഒബ്സർവ് മോണിറ്റർ ആൻഡ് അസസ് ദ പ്രോഗ്രസ് ഓഫ് ഈച്ച് പേഷ്യന്റ് അല്ലെ? എന്താണ് നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ സെക്ഷനിലുമുള്ള പേഷ്യൻസിനെ തുടർച്ചയായിട്ട് നിരീക്ഷിക്കുന്നതും അവരെ ഒബ്സർവ് ചെയ്യുന്നതും അവരെ മോണിറ്റർ ചെയ്യുന്നതും അവരെ പ്രോഗ്രസ് അല്ലെ അവർക്ക് എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങള് വിലയിരുത്തുന്നതുമാരാണ്? സ്റ്റാഫ് നഴ്സ് അല്ലേ? നമ്മുടെ അടുത്ത് വന്നിട്ട് ചോദിക്കല്ലേ മരുന്ന് കഴിച്ചിട്ട് എങ്ങനെയുണ്ട്, ഇപ്പൊ പെയിൻ കുറഞ്ഞിട്ടുണ്ടോ അല്ലെ? ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണെന്നൊക്കെ ഒരു ദിവസത്തിൽ 4, 5, 6 തവണ എന്ന് ചോദിക്കില്ലേ അവര്? ഭക്ഷണം കഴിച്ചോ അല്ലെ? അപ്പൊ എന്താണ് സ്റ്റാഫ് നഴ്സ് നമ്മുടെ ഓരോ പേഷ്യന്റിനെയും എവിടെയൊക്കെ പേഷ്യൻസ് കിടക്കുന്നുണ്ടല്ലോ, ഏതൊക്കെ യൂണിറ്റ്സിൽ പേഷ്യന്റ് ഉണ്ടോ ആ പേഷ്യന്റിനെ കണ്ടിന്യൂസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുകയും അവര് മോണിറ്റർ ചെയ്യുകയും അവരുടെ പ്രോഗ്രസ്സുകളെ വിലയിരുത്തുകയും ചെയ്യുന്നു. ഇഫ് ദർ ഈസ് a sudden change in patient condition, nurse takes appropriate action such as medication, calling the doctor. Right? ഇപ്പൊ നമ്മുടെ പേഷ്യന്റിന്റെ കണ്ടീഷൻസിൽ അവരെ ആ ഒരു അവസ്ഥയില് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു സഡൻ ചേഞ്ചസ് ഉണ്ട്, പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യണം അല്ലെ? ഇപ്പൊ അവര് പെട്ടെന്ന് കുഴഞ്ഞു പോയി അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാഫ് നഴ്സ് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യണ്ടേ? ഒന്നില്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ കൊടുക്കണം അല്ലെ? അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ ഡോക്ടറിനെ വിളിക്കണോ? calling the doctor അല്ലെ? If there is sudden change in any patient condition അല്ലെ? പേഷ്യന്റിന്റെ കണ്ടീഷനിൽ പെട്ടെന്ന് എന്തെങ്കിലും ചേഞ്ചസ് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവർ അതിന് ഉചിതമായിട്ടുള്ള നടപടി അല്ലെ ആക്ഷൻ പ്രവർത്തനം സ്വീകരിക്കുക. ഒന്നില്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കേഷൻസ് മരുന്നുകൾ കൊടുക്കുക, അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ വിളിക്കുക. ഓക്കെ ആണോ? സ്റ്റാഫ് നഴ്സ് ഒക്കെ സിമ്പിൾ ആണ് അല്ലെ? നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ? സ്റ്റാഫ് നഴ്സുമാരെ നമ്മൾ പൊതുവെ കാണുന്ന ആളുകളാണ് അല്ലെ? ഹോസ്പിറ്റലില് നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയാലല്ലേ കൂടുതൽ ഇവരാണ് നമ്മുടെ അടുത്ത് വന്ന് നമ്മളൊന്ന് മെന്റലി ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെ? ഇല്ലേ? ഇമോഷണലി മെന്റലി ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവരല്ലേ? സ്റ്റാഫ് നഴ്സുമാരല്ലേ? നോക്കിയേ, duties and responsibility, establish personal relation with the patient അല്ലെ? പേഷ്യന്റുമായിട്ട് കൂടുതൽ ഒരു പേഴ്സണൽ റിലേഷൻ സ്ഥാപിക്കുന്നത് ആരാ? സ്റ്റാഫ് നഴ്സ് ആണ് അല്ലെ? നമ്മുടെ അടുത്ത് വന്ന് വിശേഷങ്ങളൊക്കെ ചോദിക്കും അല്ലെ? വീട് ചോദിക്കാറുണ്ട്, വീട്ടിൽ ആരൊക്കെ ഉണ്ട് അല്ലെ? എല്ലാ വിവരങ്ങളൊക്കെ ചോദിക്കാറില്ലേ? ചില നഴ്സുമാർ ഒരുപാട് നേരം നമ്മുടെ അടുത്ത് സംസാരിക്കാറൊക്കെ ഉണ്ട് അല്ലെ? സ്റ്റാഫ് നഴ്സുമാര് ഉണ്ടോ?
അപ്പൊ എന്താണ് നമ്മുടെ പേഷ്യന്റുമായിട്ട് ഒരു പേഷ്യന്റ് റിലേഷൻ സ്ഥാപിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് എസ്റ്റാബ്ലിഷ് എ സിമ്പത്തറ്റിക് എൻവയോൺമെന്റ് ബൈ പ്രൊവൈഡിങ് ഇമോഷണൽ സൈക്കോളജിക്കൽ സ്പിരിച്വൽ സപ്പോർട്ട് ടു പേഷ്യൻസ് ഫ്രണ്ട്സ് ഫാമിലീസ് അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലില് ഉള്ള പേഷ്യൻസിന് അവരുടെ ഫ്രണ്ട്സിന് അവരുടെ ഫാമിലീസിനൊക്കെ എന്താണ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ വൈകാരികമായിട്ടുള്ളതും മാനസികമായിട്ടുള്ളതും ആത്മീയമായിട്ടുള്ള ഒരു സപ്പോർട്ട് പിന്തുണ നൽകിക്കൊണ്ട് ഒരു വൈകാരിക ബന്ധം അല്ലെ, ഒരു അനുകമ്പയുള്ള ഒരു അന്തരീക്ഷം സ്ഥാപിക്കുന്നു അല്ലെ. ഇപ്പൊ നമ്മുടെ ആരെങ്കിലും നമ്മുടെ ഒരുപാട് അടുത്ത ആരെങ്കിലും ഇപ്പൊ നമ്മുടെ ഫാദറിനോ മദറിനോ എന്തെങ്കിലും ഓപ്പറേഷൻസോ എന്തെങ്കിലും ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഉണ്ടെങ്കിൽ നമുക്കൊരു മാനസിക പിന്തുണയൊക്കെ തരുന്നുണ്ട് അല്ലെ. ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയാറുണ്ടോ അവര്? ഇപ്പൊ ഉണ്ടോ? ഇല്ലേ? അപ്പൊ അങ്ങനെ ഒരു വൈകാരികമായിട്ടുള്ള അല്ലെ ഒരു അനുകമ്പയുള്ള ഒരു അന്തരീക്ഷം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മളൊരു കുറെ കരുണയോടുകൂടി പെരുമാറി അല്ലെ. ആണോ പറയും മക്കളെ? നിങ്ങൾക്ക് അങ്ങനെയൊന്നും അനുഭവം ഉണ്ടായിട്ടില്ല? ഇപ്പൊ ലേബർ റൂമിലൊക്കെ കയറുമ്പോൾ ഡെലിവറിക്കൊക്കെ കയറുമ്പോൾ അവരൊരുപാട് സപ്പോർട്ട് നൽകുന്നുണ്ട് അല്ലെ നമുക്ക്. ആ സമയത്ത് നഴ്സുമാരൊക്കെ ഒരുപാട് സപ്പോർട്ട് നൽകുന്നുണ്ട് അല്ലെ. ആ ഒരു സിറ്റുവേഷനിൽ അവരുടെ സപ്പോർട്ട് നമുക്ക് ഒരുപാട് വലുതാണ് അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു രോഗിക്ക് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന് അല്ലെങ്കിൽ അവരുടെ ഫാമിലീസിനൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് മാനസികമായിട്ടുള്ളതും ആത്മീയമായിട്ടുള്ളതും വൈകാരികമായിട്ടുള്ള ഒരു സപ്പോർട്ട് നൽകിക്കൊണ്ട് ഒരു സിമ്പത്തറ്റിക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് സോൾവ് പേഷ്യൻസ് പ്രോബ്ലം മെയിൻറ്റെയിൻ സേഫ് ആൻഡ് ക്ലീൻ വർക്കിംഗ് എൻവയോൺമെന്റ് അല്ലെ. നമ്മുടെ പേഷ്യൻസിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവര് പരിഹരിക്കുകയും കൂടാതെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു ക്ലീൻ ആയിട്ടുള്ള അല്ലെ വൃത്തിയുള്ള ഒരു വർക്കിംഗ് സുരക്ഷിതമായിട്ടുള്ളതും ക്ലീൻ ആയിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സ്റ്റോറേജ് പ്രൊസീജിയേഴ്സ് അല്ലെ. നമ്മുടെ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ നൽകുകയും ചിലപ്പോൾ നമുക്ക് എന്താണ് അഡീഷണൽ ആയിട്ട് നമ്മുടെ റൂംസിൽ അല്ലെങ്കിൽ വാർഡുകളിൽ കിടക്കുന്നോട്ടൊക്കെ നമുക്ക് മരുന്നുകൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും അല്ലെ. ചില ഉച്ചക്കൽക്കും രാത്രിക്കുള്ളത് അല്ലെ. ചില സമയത്ത് ആണോ അപ്പൊ അങ്ങനെയുള്ള മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സ്റ്റോറേജ് പ്രൊസീജിയർ അല്ലെ. അല്ലെങ്കിൽ ഒരു വാർഡിലൊക്കെ ആവശ്യമായിട്ടുള്ള മരുന്നുകള് ആ വാർഡിൽ കിടക്കുന്ന പേഷ്യൻസിന് നൽകുകയും അഡ്വാൻസ് ആയിട്ട് മരുന്നുകള് സംഭരിച്ചു വെക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ഡോക്യുമെന്റ് പേഷ്യന്റ് കെയർ സർവീസസ് ബൈ ചാർട്ടിങ്. രോഗി പരിചരണ സേവനങ്ങള് ചാർട്ട് വഴി രേഖപ്പെട്ട അവിടെ മെഡിക്കൽ റെക്കോർഡുകളില് ഓരോ പേഷ്യന്റിന്റെയും മെഡിക്കൽ റെക്കോർഡുകളില് നമ്മുടെ നഴ്സുമാരുടെ റെക്കോർഡ് ബുക്കുകളിലൊക്കെ പേഷ്യന്റുമായി ബന്ധപ്പെട്ട പേഷ്യന്റ് കെയർ സർവീസുകൾ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് മെയിൻറ്റെയിൻ പേഷ്യന്റ് കോൺഫിഡൻസ് ആൻഡ് കീപ് ഇൻഫർമേഷൻ കോൺഫിഡൻഷ്യൽ. എന്താണ് പേഷ്യൻസ് കോൺഫിഡൻസ് നിലനിർത്തുകയും കൂടാതെ നമ്മുടെ പേഷ്യന്റിനെ കുറിച്ചുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാവുമല്ലോ. രഹസ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഷ്യൻസിന്റെ അസുഖങ്ങളെ കുറിച്ച് അവരുടെ റിപ്പോർട്ടുകളെ കുറിച്ചൊക്കെ നമ്മൾ മറ്റുള്ളവരോട് പറയാൻ പാടുണ്ടോ? അസുഖ വിവരങ്ങളെ കുറിച്ച് കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കേണ്ടതാണ് അല്ലെ. മറ്റു കിടക്കുന്ന മറ്റു പേഷ്യന്റിനോട് ചെന്നിട്ട് ഈ രോഗിക്ക് ഇന്ന അസുഖമാണെന്നൊക്കെ പറയാൻ പാടുണ്ടോ നഴ്സുമാര്? ആ റൂമിൽ കിടക്കുന്ന അല്ലെങ്കിൽ വാർഡിൽ ഇന്ന നമ്പറിൽ കിടക്കുന്ന ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള രോഗിയെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കോൺഫിഡൻഷ്യൽ ആയി സൂക്ഷിക്കുകയും ചെയ്യുക. ഓക്കെ ആണോ? പേഷ്യൻസിന്റെ ആത്മവിശ്വാസം അല്ലെ. ഇപ്പൊ ഒരു പേഷ്യന്റിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് കൊണ്ടുപോയിട്ടായിരിക്കും. ചിലപ്പോ അവർക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അവര് ആകെ തളർന്നു പോകും അല്ലെ. അതിനുവേണ്ട ട്രീറ്റ്മെന്റ് എടുക്കാനും അതിനുവേണ്ട പരിചരണം എടുക്കാനൊക്കെ ഇല്ലേ. അപ്പൊ അവർക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കണ്ടേ, ആത്മവിശ്വാസം കൊടുക്കണം അല്ലേ? ആണോ? വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ പറയാറുണ്ടോ നഴ്സുമാര്? സ്റ്റാഫ് നഴ്സുമാരല്ലേ? വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെ?
ഇപ്പൊ ഒരു പേഷ്യന്റിനെ എന്തെങ്കിലും ചെറിയൊരു തടിപ്പ എന്തെങ്കിലും ആയിട്ട് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അത് എന്താണ് കുട്ടി ബയോപ്സിക്ക് അയക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് അവർ എത്രത്തോളം മാനസികമായിട്ട് ഡൗൺ ആയി പോകും, ആണോ? അല്ലേ? എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. മാനസികമായിട്ട് ഒരുപാട് ഡൗൺ ആയി പോകും അല്ലെ? ആ ഒരു സമയത്ത് നമ്മുടെ ഈ സ്റ്റാഫ് നേഴ്സ് വന്നിട്ട് അവരൊന്ന് സപ്പോർട്ട് ചെയ്ത് അവരുടെ ഒരു കോൺഫിഡൻസ് കൂട്ടാന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ് അല്ലെ? ആണോ? നമുക്കാണെങ്കിലും പകുതി ആശ്വാസമാവും അല്ലെ? ഒരാളെ വന്ന് നമ്മളോട് സപ്പോർട്ട് ചെയ്ത് നമ്മള് ഇങ്ങനെ സംസാരിക്കുമ്പോഴല്ലേ നമുക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് കിട്ടും അല്ലെ? അപ്പൊ എന്ത് ചെയ്യുക, ഈ ഒരു പേഷ്യൻസിന്റെ കോൺഫിഡൻസ്, ഇതൊരു പേഷ്യന്റ് ആയിക്കോട്ടെ അല്ലെ? ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത് അത്ര സന്തോഷത്തോടെയാണോ ഹോസ്പിറ്റലിൽ പോകുന്നത് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്? ആണോ? പിക്നിക്കിന് പോകുന്നോട്ടാണോ ഹോസ്പിറ്റലിൽ പോകുന്നത്? എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാലൊക്കെ അല്ല അല്ലെ? മാനസികമായിട്ട് ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടാവും അല്ലെ? അപ്പൊ ആ ഒരു പേഷ്യൻസിന്, ഏതൊരു പേഷ്യന്റിനും കോൺഫിഡൻസ്, ആത്മവിശ്വാസം കൊടുക്കുകയും അവരെന്താണ് വിവരങ്ങള് കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കുകയും ചെയ്യുക. നെക്സ്റ്റ് മെയിൻറ്റെയിൻ ദ ഇൻവെന്ററി ചെക്ക് അല്ലെ? ഓരോ സെക്ഷനിലുമുള്ള ഇൻവെന്ററീസ് അല്ലെ, സ്റ്റോക്കുകൾ ചെക്ക് ചെയ്യുക. അപ്പൊ ഒരുപാട് റിസോഴ്സുകൾ ഉണ്ടാവും അല്ലെ? എക്യുപ്മെന്റുകൾ ഉണ്ടാവും, പിന്നെ എന്താണ് മരുന്നുകൾ ഉണ്ടാവും, വാക്സിനേഷൻസ് ഉണ്ടാവും, ഇഞ്ചക്ഷൻസ് ഉണ്ടാവും അല്ലെ? ഒരുപാട് റിസോഴ്സുകൾ, സ്റ്റോക്കുകൾ ഉണ്ടാവും. അപ്പൊ ഈ സ്റ്റോക്കുകളൊക്കെ കറക്റ്റ് ആയ രീതിയിൽ ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് മെയിൻറ്റെയിൻ പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ നോളജ് ബൈ അറ്റൻഡിങ് എഡ്യൂക്കേഷണൽ വർക്ക്ഷോപ്സ്. നമുക്ക് ലഭിക്കുന്ന എഡ്യൂക്കേഷൻ, നമുക്കെല്ലാം നമ്മുടെ നഴ്സുമാർക്ക്, സ്റ്റാഫ് നഴ്സുമാർക്ക് ലഭിക്കുന്ന എഡ്യൂക്കേഷണൽ വർക്ക്ഷോപ്പ്, നമുക്ക് ട്രെയിനിങ് ആകാം, ഓറിയന്റേഷൻ പ്രോഗ്രാം ആകാം, സെമിനാർ ആവാം, അങ്ങനെയുള്ള എഡ്യൂക്കേഷൻ വർക്ക്ഷോപ്പുകളിലൂടെ എന്താണ് അവരുടെ പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ നോളജ് നിലനിർത്തുകയും അത് ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ ആണോ? ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് സ്റ്റാഫ് നഴ്സുമാരുടെ. നെക്സ്റ്റ് പറയുന്നത് നഴ്സിംഗ് അസിസ്റ്റന്റ് കേട്ടോ. സിമ്പിൾ ആണ്, പെട്ടെന്ന് കഴിയും, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, പെട്ടെന്ന് കഴിയും കേട്ടോ. Nursing assistant or assistant nursing is individual who works under a staff nurse in supporting role under അല്ലെ? എന്താണ് നമ്മുടെ നഴ്സിംഗ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് നഴ്സ് എന്ന് പറയുന്നത് സ്റ്റാഫ് നഴ്സിംഗിന്റെ കീഴിൽ അവർക്ക് സപ്പോർട്ടിംഗ് സ്റ്റാഫായിട്ട് സപ്പോർട്ടിംഗ് റോളിൽ നിൽക്കുന്ന സ്റ്റാഫുകളെയാണ് നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ആരാണ്? സ്റ്റാഫ് നഴ്സുമാരുടെ കീഴില് ആ സ്റ്റാഫ് നഴ്സുമാരുടെ സപ്പോർട്ടിംഗ് റോളില് അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ആ ഒരു റോളിൽ നിൽക്കുന്ന സ്റ്റാഫുകളെയാണ് നഴ്സിംഗ് അസിസ്റ്റന്റ് ഓർ നഴ്സ് അസിസ്റ്റന്റ് നഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ നമ്മ ഓരോരുത്തരായിട്ട് പഠിച്ചു അല്ലെ? ആദ്യം ആരെ പഠിച്ചു? നഴ്സിംഗ് ഡയറക്ടർ പഠിച്ചു അല്ലെ? നഴ്സിംഗ് ഡയറക്ടറുടെ കീഴില് ആളെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാഫ് ആരാണ്? നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് അല്ലെ? നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റിന്റെ കീഴില് ആളെ സപ്പോർട്ടിങ് ചെയ്യുന്ന അല്ലെ ആളാരാണ്? സൂപ്പർവൈസർ അല്ലെ? നഴ്സിംഗ് സൂപ്പർവൈസറുടെ അണ്ടറില് നഴ്സിംഗ് ഇൻചാർജിന്റെ അണ്ടറില് സ്റ്റാഫ് നഴ്സ് അല്ലെ? സ്റ്റാഫ് നഴ്സിനെ സപ്പോർട്ടിംഗ് റോളില് സ്റ്റാഫ് നഴ്സിന്റെ കാര്യങ്ങളില് അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള സ്റ്റാഫുകളാണ് നഴ്സിംഗ് അസിസ്റ്റന്റ്. ഓക്കെ ആണോ? Assistant have duties like helping patient with their basic needs അല്ലെ? എന്താണ്? രോഗിയുടെ അടിസ്ഥാന ആവശ്യങ്ങൾ സഹായിക്കുന്നത് പോലെയുള്ള ചുമതലകൾ നമ്മുടെ നഴ്സിംഗ് അസിസ്റ്റന്റുമാര് ചെയ്യുന്നു. ഇതാണ് രോഗിയെ ഹെൽപ്പ് ചെയ്യാ അല്ലെ? അവർക്ക് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട്, അവരുടെ ബെഡിങ് അല്ലെ, ബെഡ്ഷീറ്റുകള്, പില്ലോസ് അതൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ പേഷ്യന്റിന്റെ ഹൈജീനുമായി ബന്ധപ്പെട്ട അല്ലെ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഡ്യൂട്ടീസ് ആണ് നമ്മുടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? രോഗികളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ സഹായിക്കുന്നത് പോലെയുള്ള ജോലികളാണ് അസിസ്റ്റൻസിന്. They must be completed short term diploma course of nursing. അവര് ഷോർട്ട് ടേം ആയിട്ടുള്ള ചെറിയ
ഒരു കാലയളവിലുള്ള ഡിപ്ലോമ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തവരാണ് നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഫസ്റ്റ് വരുന്നത് ഓരോ പോയിന്റ് ആയിട്ടാണ് കേട്ടോ. ഫസ്റ്റ് നെക്സ്റ്റ് ആദ്യത്തെയൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായില്ലേ? പോയിന്റ് ഇട്ട് തന്നിട്ടുണ്ടായി. ഇതിലൊന്നും കൊടുത്തിട്ടില്ല. ഇതെല്ലാം പോയിന്റ് വൈസ് ആണ് കേട്ടോ. ബുള്ളറ്റിൻ കേട്ടോ. എന്തെങ്കിലും ഇട്ട് നിങ്ങൾ അത് കറക്റ്റ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് പറയുന്നത് ഹെൽത്ത് പേഷ്യൻസ് യൂസ് ദ ബാത്റൂം അല്ലെ. പേഷ്യന്റിനെ ബാത്റൂം യൂസ് ചെയ്യാനായിട്ട് അല്ല കുളിക്കാന് അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകാന് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ പേഷ്യൻസിനെ സഹായിക്കുക. ക്ലീൻ ആൻഡ് ബാത്ത് പേഷ്യൻസ് അല്ലെ. നമ്മുടെ പേഷ്യൻസിനെ ക്ലീൻ ആക്കാൻ അവരുടെ ഡ്രസ്സുകൾ മാറ്റി ക്ലീൻ ചെയ്യുക, അവരുടെ ശരീരമൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അവര് കുളിക്കാൻ ബാത്തിങ്ങിന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കുക. നെക്സ്റ്റ് പറയുന്നത് മെയിൻറ്റെയിൻ പേഷ്യന്റ് ഹൈജീൻ ആൻഡ് ചേഞ്ച് ബെഡിങ്. അവരുടെ ഡ്രസ്സുകൾ മാറുന്നതിലൂടെയാണ് പേഷ്യൻസിന്റെ ഹൈജീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലും വെഡിങ്ങുമായി ബന്ധപ്പെട്ട അവരെ ബെഡ്ഷീറ്റുകൾ മാറ്റുക, പീലോ കവേഴ്സ് മാറ്റുക, അങ്ങനെയുള്ള ഈ ട്യൂബുകളൊക്കെ മാറ്റി കൊടുക്കുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങള് നിലനിർത്തുക. നെക്സ്റ്റ് പറയുന്നത് ടേൺ റിപ്പോസിഷൻ ആൻഡ് മൂവ് പേഷ്യൻസ് ബിറ്റ്വീൻ വീൽ ചെയേഴ്സ് സീറ്റ്സ് ആൻഡ് ബെഡ്സ് അല്ലെ. എന്താണ് നമ്മുടെ പേഷ്യൻസിനെ റിപ്പോസിഷൻ ചെയ്ത്, ചിലപ്പോ അവര് കിടപ്പ് രോഗികളാണെങ്കിൽ അവർ ആ ഒരു പൊസിഷനൊക്കെ ഒന്ന് മാറ്റി കിടത്തുക, അവരെ ടേൺ ചെയ്യിച്ച് ഉയർത്തി ബെഡ് റെയിലൊക്കെ ഇതാക്കി, ബെഡ് റെയിലല്ല ആ ഒരു ബെഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇത് ഇവരൊക്കെ ഉപയോഗിച്ച് അവരൊക്കെ ഒന്ന് പൊക്കി കിടത്തുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ പേഷ്യന്റിനെ ബെഡിൽ നിന്ന് വീൽ ചെയേഴ്സിലേക്കോ സീറ്റ്സിലേക്കോ അല്ലെങ്കിൽ വീൽ ചെയറിൽ നിന്ന് ബെഡിലേക്കൊക്കെ മാറ്റുന്ന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് സെർവ് മീൽസ് ആൻഡ് ഹെൽപ്പ് പേഷ്യൻസ് ടേക്ക് ദെയർ ഫുഡ് അല്ലെ. അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവര് ഫുഡ് കഴിക്കുന്നതിൽ അവരെ സഹായിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ്. നെക്സ്റ്റ് മെഷർ വൈറ്റൽ സൈൻസ് സച്ച് ആസ് ബ്ലഡ് പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് റിപ്പോർട്ട് ടു R10. അതായത് നമ്മുടെ പേഷ്യന്റിന്റെ വൈറ്റൽ സൈൻസ് അല്ലെ, പ്രഷർ നോക്കുക, ടെമ്പറേച്ചർ നോക്കുക, അങ്ങനെയുള്ള റെസ്പിറേഷൻ നോക്കുക, അങ്ങനെയുള്ള വൈറ്റൽ സൈൻസ് ഒക്കെ നോക്കുക. എന്നിട്ട് അത് നമ്മുടെ രജിസ്റ്റേർഡ് നഴ്സ്, RN പറഞ്ഞാല് രജിസ്റ്റേർഡ് നഴ്സ് അല്ലെ, നമ്മുടെ രജിസ്റ്റേർഡ് നഴ്സിനെ റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ ആണോ? ചാപ്റ്റർ തീർന്നു നമ്മുടെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ തീർന്നു. ഓക്കെ ആണോ എല്ലാവരും? ക്ലിയർ ആണോ? സ്പീഡ് കൂടിയോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? ഓക്കെ. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഒരുപാട് പേരുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും അല്ലെ ഒക്കെ പഠിച്ചു അല്ലെ. അപ്പൊ മിസ് നെക്സ്റ്റ് ക്ലാസ്സില ഇന്ന് മിസ് ഇനിയിപ്പ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് നാളെ മിസ് കയറാട്ടോ. വന്ദന മിസ്സിന്റെ റിവിഷൻ ഒക്കെ ഏകദേശം കഴിഞ്ഞല്ലോ മക്കളെ. റിവിഷൻ ഏകദേശം കഴിഞ്ഞല്ലോ. നാളെ ഇനി മിസ് കയറിയിട്ട് ഒരു പീരീഡ് മിസ് കയറിയിട്ട് മിസ് എടുത്ത ചാപ്റ്റേഴ്സിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് അടയാളപ്പെടുത്തി തരാം കേട്ടോ. അതുപോലെ അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാന്ന് വെച്ചാല് മിസ് എടുത്ത ചാപ്റ്റേഴ്സ് ഒന്ന് നോക്കാം, ഒന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് ഏതെങ്കിലും ഭാഗങ്ങള് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നാളെ മിസ് കയറുമ്പോ ചോദിക്കാം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ.